ഒരു ദിവസം മഹാനായ അബൂദർദാ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഇബാദത്തിൽ കഴിയുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൂ സാബിത്ത് എന്ന പേരുള്ള ഒരു സഹാബി പെട്ടെന്ന് മദീനത്ത് പള്ളിയിലേക്ക് ഓടി വന്നു. മദീന പള്ളിയിലേക്ക് ഓടി വന്ന് അബൂ സാബിത്ത് എന്ന് പറയുന്ന സഹാബി വുളൂ ചെയ്ത് പള്ളിക്കകത്ത് കയറി അബൂദർദാ ഇരിക്കുന്നതിനോട് ചേർന്നിരുന്നു കൊണ്ട് രണ്ട് കൈ നീട്ടിയിട്ട് ദുആ ചെയ്തു. അല്ലാഹുമ്മ ആനിസ് വഹ്ശതി വയസ്സിർ ലി ജലീസൻ സ്വാലിഹാ. അല്ലാഹുവേ, ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എനിക്കൊരു കൂട്ടുകാരനില്ല, എനിക്കൊരു സതീർത്ഥ്യനില്ല, എനിക്ക് കുശലം പറയാനും എനിക്ക് സന്തോഷം പങ്കുവെക്കാനും സന്താപം പങ്കുവെക്കാനും എനിക്കൊരു കൂട്ടുകാരനില്ല അല്ലാ. അതുകൊണ്ട് യസ്സിർലി ജലീസൻ സ്വാലിഹാ, ഒരു സ്വാലിഹായ കൂട്ടുകാരനെ എനിക്ക് നീ എളുപ്പത്തിൽ തരണമെന്ന് അബൂ സാബിത്ത് എന്ന സഹാബി മദീനത്തുൻ നബവിയുടെ അകത്തളത്തിൽ വന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു ഇരുന്ന് ഇബാദത്ത് എടുക്കുന്നതിനോട് ചേർന്നിരുന്ന് ദുആ ചെയ്തപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞുവത്രേ, നീ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞാൻ നിന്റെ കൂട്ടുകാരനാകാം, ഞാൻ നിന്റെ കൂട്ടുകാരനാകാൻ റെഡിയാണ്. നീ പറഞ്ഞല്ലോ നീ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് എന്ന്. നിന്റെ സന്തോഷങ്ങളും നിന്റെ സന്താപവും പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ ഒരാളുടെ അഭാവം നീ വല്ലാതെ ഒറ്റപ്പെടുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂട്ടുകാരനായി മാറാം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും നീട്ടി അബൂ സാബിത്ത് എന്ന സഹാബി അബൂദർദായിനെ സ്വീകരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയില് ഈ പള്ളിക്കകത്ത് ഒരാൾ വന്നിരുന്ന് ദുആ ചെയ്യാണ്, അല്ലാഹുവേ, ഒരു കൂട്ടുകാരൻ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. എല്ലാവരും എന്നെ തള്ളി പറയുന്നു, എല്ലാവരും എന്നെ ഒഴിവാക്കുന്നു, എനിക്കാണെങ്കിൽ ഒരു കൂട്ടുകാരനില്ല, ഒരാളെ എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ട ഒരാൾ പറയാൻ, അളിയാ നീ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, അടിക്കാനാണെങ്കിൽ അടിക്കാൻ, ജീവിക്കാനാണെങ്കിൽ ജീവിക്കാൻ, ഇനി അതല്ല എന്തിനാണെങ്കിലും ഞാൻ നിന്റെ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത് എന്നാൽ നമുക്കൊരു ചിയേഴ്സിലൂടെ ആരംഭിച്ചാലോ എന്നാണ്. നമുക്കൊന്ന് കുടിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ട് നമുക്കൊന്ന് ബന്ധം പുതുക്കിയാലോ ഒന്ന് ആരംഭിച്ചാലോ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരാണ് നമ്മുടെ നാട്ടിലുള്ളത്, നമ്മുടെ ഇടയിലുള്ളത്, ഈ സമൂഹത്തിലുള്ളത്, ഈ കാലഘട്ടത്തിലുള്ളത്. പക്ഷേ അബൂദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂട്ടുകാരനാകാം. സമ്മതിച്ചു. അങ്ങനെ മദീനത്തുൻ നബവിയിൽ നിന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് അബൂ സാബിത്ത് എന്നവരോട് സംഭാഷണം ആരംഭിച്ചത് എന്തു പറഞ്ഞുകൊണ്ടെന്നറിയോ? ഇന്ന് വരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇന്ന് വരെ ഞാൻ ആർക്കും ആ രഹസ്യം പറഞ്ഞിട്ടില്ല. ആ രഹസ്യം ഇന്ന് വരെ മറ്റാരോടും ഞാൻ പങ്കുവച്ചിട്ടില്ല. ആ രഹസ്യം നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം, പറഞ്ഞു തരാം. എനിക്ക് എന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അബൂ സാബിത്ത് എന്നവരെ വിളിച്ചടുത്തിരുത്തിയിട്ട് അബൂദർദാ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് എനിക്കിന്ന് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ഫാത്തിർ എന്ന് പറയുന്ന ഒരു അധ്യായത്തിലെ ഒരു ആയത്താണ് അബൂദർദാ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, പഠിപ്പിച്ചു കൊടുത്തത്. തന്റെ സതീർത്ഥ്യന്, തന്റെ കൂട്ടുകാരന്, ആദ്യമായി തന്റെ ഇണപക്ഷിയായി, തന്റെ കൂട്ടുകാരനായി, തന്റെ എല്ലാമായി വരുന്ന അബൂ സാബിത്ത് എന്നവർക്ക് അബൂദർദാ തങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇന്നേ വരെ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത, ഇന്നേ വരെ ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത എന്റെ ഹബീബ് എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അബൂ സാബിത്ത് എന്നവര് ചോദിക്കുകയാണ്, അബൂദർദായെ പറഞ്ഞു തന്നാലും. അബൂദർദാ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, സൂറത്തുൽ ഫാത്തിറിലൂടെ പടച്ചതമ്പുരാൻ ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു ആയത്താണ്. അബൂദർദാ റളിയല്ലാഹു തആല അബൂ സാബിത്ത് എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനുമായി ബന്ധപ്പെട്ടതാ. ഏത് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ പ്രവാചകനെ ചലിക്കുന്ന ഖുർആനായിരുന്നെങ്കിൽ, ആ പ്രവാചകനെ ഖുർആനായിരുന്നെങ്കിൽ, ഖുർആനാണ് പ്രവാചകന്റെ ജീവിതം. ആ ഖുർആന് പ്രവാചകനാണ്, പ്രവാചകന് ഖുർആനാണ്. ഖുർആന്റെ എന്താണോ ഖുർആനിന്റെ ഉള്ളടക്കം
ഉള്ളടക്കം അതാണ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ള എന്താണോ അതാണ് പരിശുദ്ധമായ ഖുർആനും ആയിഷ ബീവി പറഞ്ഞെങ്കിൽ ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാ ലോകത്തോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാസർഗോഡ് ജില്ലയിലെ ഈ പേക്കൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നൂറ്റാണ്ട് 14 മുമ്പ് അബൂദർദാ റളിയല്ലാഹു തആല അൻഹു അബൂ സാബിത്ത് എന്ന സഹാബിക്ക് ഓതിക്കൊടുത്ത ആയത്ത് എന്തെന്നറിയോ സഹോദരങ്ങളെ? ആ ആയത്തിലൂടെ അള്ളാഹു ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യം എന്തെന്നറിയോ? ഇന്ന് വാപ്പ മരണപ്പെട്ടു പോകുമ്പോൾ വാപ്പാടെ സ്വത്ത് അനന്തരമെടുക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മ മരണപ്പെട്ടു പോകുമ്പോ ഉമ്മാടെ സ്വത്ത് അനന്തരമെടുക്കുന്ന മക്കളുണ്ടല്ലോ. ഏതെങ്കിലും ബന്ധുക്കൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോകുന്ന ആളിന്റെ ബന്ധുവിന്റെ സ്വത്ത് വീതം വെച്ചെടുക്കാ ഞാനും നിങ്ങളും തയ്യാറായി കാതോർത്തിരിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ മദീനത്തു നബവിയിൽ വെച്ച് അബൂദർദാ പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ അബൂദർദാഇനെ പറഞ്ഞു കൊടുത്ത അബൂദർദാ അബൂ സാബിത്ത് എന്നവർക്ക് കൊടുത്ത് അബൂ സാബിത്ത് എന്നവർ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും എത്തിച്ചു കൊടുത്ത അത്ഭുതകരമായ ഒരു കാര്യമാ നിങ്ങളോട് ഞാൻ പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ അനന്തരമെടുത്തത് ആരാണ്? ആരാണ് ഖുർആനിന്റെ അനന്തരാവകാശികൾ? സഹോദരങ്ങളെ, ഖുർആനിന്റെ അഹ്ലുകാരാരാ? ഇന്നെല്ലാവരും പറയും ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആനിന്റെ ആളുകൾ എന്ന് പറയുമ്പോ ഈ 2 മണിക്കൂർ കൊണ്ട് ഖുർആൻ ആർക്കാ അനന്തരം കൊടുത്തത്? ആരാണ് ഖുർആനിന്റെ അനന്തരാവകാശികളെന്ന് കേട്ടുകൊണ്ട് പോകണേ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ. അള്ളാന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞതെന്തെന്നറിയോ? ഈ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയാ, ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയാ, ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതിയ വിശുദ്ധമായ ഖുർആൻ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന ഒരു വിമോചനത്തിന്റെ സരണിയായ ഖുർആൻ. അതുപോലെ പ്രിയപ്പെട്ടവരെ, ഹിറാ ഗുഹരത്തിന്റെ അന്തരീക്ഷങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട പ്രവാചകനെ ധ്യാനനിമഗ്നനായിരിക്കുമ്പോ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓടി വന്ന് ഓതി കേൾപ്പിച്ചു കൊടുത്ത സന്ദേശമാണ്. പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധമായ ഖുർആൻ സഹോദരങ്ങളെ, ഇന്ന് ഗോണ്ടനാമ തടവറകളിലും അബൂ ഖുറൈബ തടങ്കൽ പാളയങ്ങളിലും ബാത്റൂമിൽ പോയിട്ട് വരുന്ന മുസ്ലിം ചെറുപ്പക്കാരന്, ജീവിതത്തിൽ വെള്ളം തൊട്ടിട്ടില്ലാത്ത പട്ടാളക്കാര്, അവര് മലമൂത്ര വിസർജനം ചെയ്ത് മടങ്ങി വരുമ്പോ അവരോട് ശൗചം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ പേപ്പർ വലിച്ചു കീറി കൊടുത്തുകൊണ്ടാ. സഹോദരങ്ങളെ, ഖുർആനിന്റെ പേപ്പർ വലിച്ചു കീറിയിട്ട് കയ്യിലേക്ക് കൊടുക്കുന്ന വിശ്വാസികള്, അല്ലാഹുവേ ഒന്നുമില്ലാതെ തൊടാൻ പോലും എനിക്ക് കഴിയില്ലല്ല നാദാ, ഞാനെങ്ങനാ ഇതുകൊണ്ട് ശൗചം ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് 2 കാൽമുട്ടിനിടയിൽ മുഖമമർത്തി വെച്ച് തേങ്ങിക്കരയുന്ന വിശ്വാസികൾക്ക്, സഹോദരങ്ങളെ, ഇന്ത്യൻ ഇന്ദ്രപ്രസ്ഥത്തിന്റെ മുമ്പിൽ പോലും ഈ പരിശുദ്ധമായ ഖുർആനിനെ കത്തിക്കരിച്ച് ചാമ്പലാക്കി കളഞ്ഞെങ്കിൽ ഇല്ല, വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാ, എന്റെ ഖുർആനിന്റെ അനന്തരാവകാശികൾ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ഖുർആനിന്റെ അവകാശികൾ ജീവിച്ചിരിപ്പുണ്ട്. അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിവിഐപികൾക്കാ ഞാൻ ഖുർആൻ കൊടുത്തത്. ആദം നബിക്കല്ല ഖുർആൻ കൊടുത്തില്ല, നൂഹ് നബിക്കല്ല ഖുർആൻ കൊടുത്തില്ല, മൂസാ നബിക്കും ഈസാ നബിക്കും അല്ല ഖുർആൻ കൊടുത്തില്ല, ഇബ്രാഹിം നബിക്കല്ല ഖുർആൻ കൊടുത്തില്ല. അല്ലാഹു ഖുർആൻ തന്നതാർക്കാ? പടച്ചതമ്പുരാ ഖുർആൻ തന്നതാർക്കെന്നറിയോ? അല്ലാഹു തന്നെ പറഞ്ഞ വാക്കൊന്ന് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്ക് തന്നതിന്റെ പവർ നമുക്കറിയില്ല, പടച്ചവൻ നമുക്ക് തന്നതിന്റെ പവർ നമുക്കറിയില്ല. അല്ലാഹു ഖുർആൻ ആർക്കാണോ തന്നത്, ആ തന്ന വിഭാഗത്തെ പറ്റി അല്ലാഹു തന്നെ പറഞ്ഞിരുന്നെന്നറിയോ?
അല്ലദീന മിൻ ഇബാദിനാ, നമ്മിൽ നിന്ന് നമ്മുടെ ദാസന്മാരിൽ നിന്ന് ഇസ്തഫൈന, ഞാൻ തെരഞ്ഞെടുത്ത ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ വിവിഐപികൾക്കാണ് ഖുർആൻ കൊടുത്തതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. പൊന്നു പെങ്ങളെ, ഇന്ന് രാത്രി ചെന്ന ഉടനെ സൂറത്ത് യാസീൻ എടുക്കണേ. ആ യാസീന് തൊട്ടു മുമ്പുള്ള അധ്യായമാണ് സൂറത്തുൽ ഫാത്തിർ. ആ ഫാത്തിറിന്റെ 32ാമത്തെ ആയത്തും എടുക്കുമോ പെങ്ങളെ? എന്നിട്ടൊന്ന് ഓതി നോക്കുമോ? എന്നിട്ടതിന്റെ മലയാളത്തിന്റെ അതിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഉലമാക്കൾ എഴുതിയ പരിഭാഷകളൊന്ന് വായിക്കുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഖുർആൻ തെരഞ്ഞെടുത്ത അടിമകൾക്കാണ് കൊടുത്തത്, തിരഞ്ഞെടുത്ത ദാസന്മാർക്കാണ് ഞാൻ കൊടുത്തത്. സഹോദരങ്ങളെ, അല്ലാഹു തെരഞ്ഞെടുത്ത വിഭാഗമാ ഉമ്മത്ത് മുഹമ്മദ്. ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ വിലയറിയണേ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ വിലയറിയണേ. അതുകൊണ്ടല്ലേ കലീമുല്ലാഹി മൂസാ നബി പോലും ആഗ്രഹിച്ചു പോയി, അല്ലാഹുവേ എനിക്ക് റിസാലത്ത് വേണ്ട, എനിക്ക് കലാം വേണ്ട, എനിക്ക് വേണ്ടത് അല്ലാഹുവേ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്തെ ഈ പെരിയങ്ങാനം എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള സാധാരണക്കാരനായ മതി അല്ലാ. പറഞ്ഞതാരാ? ചെറുപ്പക്കാരാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറഞ്ഞത്, എനിക്ക് സാധാരണക്കാരനായി മാറിയാ മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഈ ഖുർആൻ എന്ന പടച്ചതമ്പുരാന്റെ ഗ്രന്ഥമുണ്ടല്ലോ, ഇന്ന് വരെ ഒരു വള്ളിക്കോ പുള്ളിക്കോ അക്ഷരത്തിനോ വ്യത്യാസം വരാതെ എവിടെ എന്തെല്ലാം ആരെല്ലാം മാറ്റണമെന്ന് പറഞ്ഞാൽ, എവിടെ ആരെല്ലാം അടർത്തിക്കളയണമെന്ന് പറഞ്ഞാൽ ഇല്ല, പരിശുദ്ധമായ ഖുർആനിന്റെ വള്ളി പുള്ളികൾക്ക് മാറ്റം വരില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നും നിലനിൽക്കും, ലോകാവസാനം വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ അവകാശികൾ ആരെന്നറിയോ? ഞാനും നിങ്ങളും അടങ്ങുന്ന വിഐപികളാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വില തിരിച്ചറിയണേ, നമ്മളെ വില തിരിച്ചറിയണേ. ഉറക്കം പോട്ടെ, അധികാരം പോട്ടെ, സമ്പത്ത് പോട്ടെ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പോട്ടെ, ഒന്നുമല്ലെങ്കിൽ നമ്മൾ അല്ലാഹു തെരഞ്ഞെടുത്ത വിഐപികളല്ലേ? അല്ലാഹു തെരഞ്ഞെടുത്ത വിഐപികളല്ലേ? നമ്മുടെ മുകളിൽ ആരാ ഉള്ളത്? നമ്മുടെ മുകളിൽ ഒരേ ഒരുത്തനേ ഉള്ളൂ. അവന് സർവാധിനാഥനാ, അവന് സർവശക്തനാ, അവന് സർവേശ്വരനാ, അവന് സർവാധിനാഥനാണ്, സർവഗുണ സമ്പൂർണനാണ്, അവന് സർവലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവാണ്. നമ്മുടെ മുകളിൽ വേറെ ആരുമില്ല, നമ്മുടെ മുകളിൽ ആരെയും നമ്മൾ വെക്കുകയുമില്ല. ഈ ശിരസ് നമ്മൾ ആരുടെ മുന്നിൽ കൊണ്ടുപോയി കുനിക്കുകയില്ല, നമ്മുടെ കരങ്ങൾ ആരുടെ മുന്നിലും നീട്ടുകയില്ല. നമ്മളാണ് ഏറ്റവും ഉന്നതര്, നമ്മളാണ് ഔന്നത്യത്തിന്റെ ഏറ്റവും പരമോന്നതമായ അവസ്ഥയിലുള്ളവര്. എന്തുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞു, അല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നമ്മളെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രമാണ് ഖുർആൻ കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഖുർആനില്ലേ? നിങ്ങളുടെ പള്ളിയിൽ ഖുർആനില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഖുർആനില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും എന്നെയും അല്ലാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് 2 മണിക്കൂർ ഒന്ന് ഉണർന്നങ്ങോട്ട് ഇരുന്നേ എന്റെ സഹോദരങ്ങളെ, കേട്ടോളി. നമ്മളൊക്കെ വിഐപികളാ. ഇനി 3 സംഘടനയായി തിരിയാൻ പോവാൻ, 3 സംഘടനയായി തിരിയാൻ പോവുക. ശ്രദ്ധയോടെ കേട്ടോളാം. ഈ 3 സംഘടനയായി ഇപ്പൊ ഖുർആനിന്റെ അഹ്ലുകാർ തിരിയാൻ പോവാൻ. അല്ലാഹു നമുക്ക് ഖുർആൻ ഏറ്റവും കരണീയമായി പറഞ്ഞ വിഭാഗത്തിൽ ചേരാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഖുർആന്റെ വില അറിയാത്തത് കൊണ്ടാണ്, നമുക്ക് ഖുർആനിന്റെ വില അറിയാത്തത് കൊണ്ടാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം നടന്നു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സമ്പാദ്യം തീർന്നുപോയി, പണം തീർന്നുപോയി. അദ്ദേഹം തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, എന്റെ കയ്യിലൊരു കല്ലുണ്ട്, ആ കല്ല് നീ ഒന്ന് കച്ചവടം ചെയ്തിട്ട് ആ കല്ലിന് കിട്ടുന്ന കാശും കൊണ്ട് നീ മടങ്ങി വരാൻ പറഞ്ഞു. ചെലവിന് കാശില്ല. ഈ ശിഷ്യൻ ആ കല്ലും കൊണ്ട് നേരെ ചെന്നത് എവിടെന്നറിയോ? ഒരു അലക്കുകാരന്റെ അലക്ക് കടയിലാണ്. ഇവിടെ എന്താ പറയാ? അലക്ക് കട, ലോണ്ടറി അല്ലേ? ഇന്നത്തെ പോലെ മെഷീനൊന്നുമില്ല.
അലക്ക് കല്ലില് അലക്കുന്ന തുണി അലക്കുന്ന അലക്കുകാരന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ കല്ല് നിങ്ങൾക്ക് തരാം, നല്ല വില തരണമെന്ന് പറഞ്ഞു. അലക്കുകാരൻ പറഞ്ഞു, എനിക്ക് അതിനകത്തൊരു കർച്ചീഫ് പോലും കഴുകാൻ പറ്റൂല, എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അയാള് സങ്കടത്തോടെ വരുന്ന വഴിയിൽ ഒരു ക്ഷുരകനെ കണ്ടു, മുടി വടിക്കുന്ന ബാർബറെ കണ്ടു. ഇന്നത്തെ പോലെ ഒരു ബ്ലേഡ് എടുക്കുക വഴിക്കുക കളയ അങ്ങനെയൊന്നുമല്ല. അന്ന് ഒരു കത്തി കൊണ്ട് വടിച്ചാൽ അടുത്തത് തേയ്ക്കും, എന്നിട്ടാണ് അടുത്തവർക്ക് വടിച്ചു കൊടുക്കുക. അന്ന് പകരാൻ അസുഖങ്ങളൊന്നുമില്ല. എന്റെ സഹോദരങ്ങളെ, ആ ക്ഷുരകന്റെ കയ്യിലേക്ക് കൊണ്ട് കല്ല് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് കത്തി രാകാൻ കഴിയും. രാവുക അല്ലെ, നമ്മളവിടെ രാവുക എന്ന് പറയും, ഇവിടെ രാവു എന്ന് പറയും. അത് വ്യത്യാസമല്ലേ, 455 കിലോമീറ്റർ അല്ലേ ഒരയ്ക്കുക. നിങ്ങൾക്ക് കത്തി ഒരയ്ക്കാം, ഇതുകൊണ്ട് ഈ കല്ല് നിങ്ങൾക്ക് ഇരിക്കട്ടെ. ക്ഷുരകൻ കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു, എന്റെ കത്തി ഒന്നും ഇതിലിട്ട് ഒരയ്ക്കാൻ പറ്റൂല, കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അയാൾ സങ്കടത്തോടെ വരുമ്പോ മറ്റൊരു കടയിൽ കയറിയിട്ട് ചോദിച്ചു, ഈ കല്ല് നിങ്ങൾക്ക് വേണോ? അയാൾ നോക്കിയിട്ട് പറഞ്ഞു, 1,00,000 ദിർഹം തന്നേക്കാം, 1,00,000 ദിർഹം തന്നേക്കാം. ഇയാൾ പറഞ്ഞു, അങ്ങനാണെങ്കിൽ എനിക്ക് തന്ന ആളിനോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റൂ, കാരണം ഞാൻ 1-2 ദിർഹമിന് വിൽക്കാൻ വേണ്ടി നടന്നതാ. 1,00,000 ദിർഹം കിട്ടുമെങ്കിൽ ഞാനിത് മുതലാളിയോട് ചോദിച്ചിട്ട് പറയാം. കടക്കാരൻ ചോദിച്ചു, ആരാ മുതലാളി? അത് സുയൂത്തിയാ, ഇമാം സുയൂത്തിയാണ്. അയാൾ പറഞ്ഞു, എന്നാ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, ഞാൻ അദ്ദേഹത്തിന്റെ പഴയകാല ശിഷ്യനാണ്. കടയടച്ചു. അദ്ദേഹം ഈ കല്ല് കൊണ്ടുപോയ ശിഷ്യനോടൊപ്പം നേരെ സുയൂത്തി ഇമാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ലയോ മഹാനവറുകളെ, നിങ്ങൾ ശിഷ്യന്റെ കയ്യിൽ കൊടുത്തുവിട്ട കല്ല് അത് വൈഡൂര്യമാണ്, അതിന് 1,00,000 ദിർഹം വിലയുണ്ട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പോഴാണ് കല്ല് കൊണ്ടുപോയ ശിഷ്യൻ അത്ഭുതപ്പെട്ടത്. ഷെടാ, ക്ഷുരകനും ആ അലക്കുകാരനും മനസ്സിലാക്കാതെ പോയല്ലോ ഈ കല്ലിന്റെ മൂല്യം. എന്റെ സഹോദരങ്ങളെ, അലക്കുകാരനും ഈ ക്ഷുരകനും അത് വാങ്ങിയിട്ട് വിറ്റിരുന്നെങ്കിൽ പിന്നെ ആരുടെയും തുണി അലക്കേണ്ടി വരില്ല, ആരുടെയും മുടി വടിക്കേണ്ടി വരൂല. അതുകൊണ്ട് ഒരു പുരുഷായുസ് മുഴുവനും ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ആ കല്ലിന്റെ മൂല്യം തിരിച്ചറിയാൻ ക്ഷുരകനും അലക്കുകാരനും കഴിയാതെ പോയി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിരിക്കുന്ന ഖുർആനിന്റെ വില ഇന്ന് വരെ നമുക്ക് തിരിഞ്ഞിട്ടില്ല. വില തിരിഞ്ഞവർ ഇവോൺ റിട്ട്ലി, ഹീദർ മാത്യൂസ്, കാഷ്യസ് ക്ലേ, അതുപോലെ തന്നെ യൂസുഫുൽ ഇസ്ലാം, അവസാനം വൈക്കത്തുകാരി ഹാദിയ. എത്ര പേരാണ് ഖുർആനിന്റെ മൂല്യം മനസ്സിലാക്കിയ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഖുർആൻ അഡിക്റ്റായി ഖുർആനിന്റെ അവകാശികളായി മാറി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട്, പക്ഷേ നമുക്കതിന്റെ മൂല്യം അറിയില്ല. പടച്ചതമ്പുരാൻ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതിന് കാരണമായി നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധയോടെ കേട്ടോളീൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ ഖുർആൻ അനന്തരം കൊടുത്തത് ഞാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത എന്റെ ഒരു ദാസന്മാർക്കാണ്, വിഭാഗം ആളുകൾക്കാണ്. അത് നമ്മളാണ്. ഇനി നമുക്ക് ഈ 4 മതിൽക്കെട്ടിനകത്തിരിക്കുന്ന ഈ ഖുർആനിന്റെ അവകാശികളായ നമ്മളെ ടോട്ടലായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ 3 ആയിട്ടൊന്ന് തരംതിരിക്കാം. ABC നിങ്ങൾ തന്നെ കണക്കാക്കിക്കൊണ്ടാൽ മതി. എയിൽ ആര് പെടും, ബിയിൽ ആര് പെടും, സിയിൽ ആര് പെടും, നിങ്ങൾ തീരുമാനിച്ചുകൊണ്ടാൽ മതി. അവനവനെ പറ്റി ഒരു ആത്മപരിശോധന ഒരിക്കലും അവന് പരാജയം സമ്മതിപ്പിക്കൂല, പരാജയപ്പെടുത്തൂല, അവന് വിജയമല്ലാതെ വേറൊന്നും സമ്മാനിക്കൂല. അതുകൊണ്ട് അവരവരുടെ കാര്യം അവരവരങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാൻ ഏത് വിഭാഗത്തിലാണ്? 3 വിഭാഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒന്ന് പറയട്ടെ, ആ 3 വിഭാഗത്തെ നമ്മൾ ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഇന്ന് മനസ്സിലാക്കാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അള്ളാഹു പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്ത ആളുകൾക്കാണ് ഖുർആൻ കൊടുത്തത്. ശേഷം അള്ളാഹു പറയുകയാണ്, ഫമിൻഹും ളാലിമുൽ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അള്ളാഹു പറയുകയാണ്, 3 വിഭാഗമായി അവർ തരംതിരിക്കപ്പെട്ടു. അവർ 3 വിഭാഗമായി മാറി. ആരൊക്കെയാണ് 3 വിഭാഗം എന്നറിയോ? അല്ലാഹു പറയുന്നു, മിൻഹും ളാലിമുൽ ലിനഫ്സിഹി, ഒന്ന് സ്വന്തം ശരീരത്തോട് അക്രമം കാണിച്ചവനാ. രണ്ടാമത്തതോ മുഖ്തസിദുനും മധ്യനിലപാട് സ്വീകരിച്ചവനാ. മൂന്നാമതല്ല പറയുകയാണ്, സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ പ്രത്യേകമായ
അവന്റെ നിഅമത്ത് കൊണ്ട്, അവന്റെ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് നന്മയിൽ മുന്നേറിയവനാണ്. സഹോദരങ്ങളെ, 3 വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാ. ഒന്ന്, അള്ളാഹു പറഞ്ഞ ലാലിമാണ്, അവന് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാണ്. രണ്ടാമത്തെ വിഭാഗത്തെ അള്ള പറഞ്ഞു, അവന് മധ്യനിലപാട് സ്വീകരിച്ചവനാണ്. മൂന്നാമത് അള്ളാഹു പറഞ്ഞു, അവനും നന്മയിൽ മുന്നേറിയവനാ. ഈ 3 വിഭാഗത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോഴേ നമുക്ക് തിരിയോ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഏത് വിഭാഗത്തിലാ പെട്ടിരിക്കുന്നത്? മാറണം, മാറിയേ പറ്റൂ. നാളെ സുബഹിക്ക് വേണ്ടി മാറ്റിവെക്കല്ലേ ചെറുപ്പക്കാരാ. ഇന്നത്തെ പാതിരാത്രി തന്നെ മാറണേ, ഇന്നത്തെ പാതിരാത്രി തന്നെ തീരുമാനമെടുക്കണേ. അള്ളാഹു 3 വിഭാഗത്തെ പറഞ്ഞല്ലോ. സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇല്ല മധ്യനിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞ വിഭാഗം, അതുമല്ല അവരും നന്മയിൽ മുന്നേറിയവരാണ് എന്ന് പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം. ഈ 3 വിഭാഗത്തിൽ നമ്മളേത് വിഭാഗത്തിലാ? ഞാനും നിങ്ങളും പറയും ഞങ്ങൾ ആ വിഭാഗത്തിലാ, ഞങ്ങളെ ഏറ്റവും നല്ല വിഭാഗത്തിലാ, ഞങ്ങൾ മാത്രമാണ് അതിലുള്ളത്, ബാക്കിയുള്ളവരെല്ലാം പിഴച്ചവരാണെന്ന് പറയുമ്പോ സയ്യിദത്തുനാ ബീബി ആയിഷ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതെന്തെന്നറിയോ? മഹാനായ മഹദിയായ ആയിഷ ബീവിയോട്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, ഉഖബ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുകയാ. ആയിഷ ബീവിയോട് ഉഖബ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാ, ഈ ആയത്തിൽ പറയപ്പെട്ട 3 വിഭാഗമാരാ? നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, നമ്മളാണെങ്കിൽ തീരുമാനിച്ചേനെ ഏറ്റവും നല്ലത് ഞങ്ങളാണ് എന്ന്. ആയിഷ ബീവി പറഞ്ഞതെന്തെന്നറിയോ? ഏറ്റവും മുൻകടന്ന് പോയവര്, നന്മയിൽ മുന്നേറിയവരെന്ന് പറഞ്ഞവര്, അവര് റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട അനുയായികളായ സഹാബത്താ. അവർക്ക് സ്വർഗം കൊണ്ട് റസൂൽ വാസ്തവീകരിക്കുകയും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത പറയുകയും ചെയ്തിട്ടുണ്ട്. അവര് 10 പേരല്ലേ? രണ്ടാമത്തേത് മധ്യനിലപാട് സ്വീകരിച്ചവരെന്ന് പറഞ്ഞത് ആ പ്രവാചകനെ പിൻപറ്റിയ മറ്റുള്ള സഹാബത്താ. ആയിഷ ബീവി പറയുന്നു, പിന്നെ ലാലിമീങ്ങൾ ആരെന്നറിയോ? അക്രമം പ്രവർത്തിച്ചവരാരെന്നറിയോ? ഉഖബത്തെ, അത് എന്നെയും നിന്നെയും പോലുള്ളവരാണ് ആ 3ാമത്തെ വിഭാഗമെന്ന് ആയിഷ ബീവി പറയാണ്. നമ്മളാണെങ്കിലോ, നമ്മൾ പറയും ആകാശഭൂമിയോളം വിശാലമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ സ്വർഗം അത് 10 സെന്റിന്റെ അകത്ത് ഒതുക്കിയിട്ട് അതിനെ ഒരു താഴിട്ട് പൂട്ടി അതിന്റെ താക്കോല് നമ്മളെ പോക്കറ്റ് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ മാത്രം സ്വർഗത്തിൽ പോകും, വേറെ ആരും പോകില്ല. എന്തിനാ സഹോദരങ്ങളെ? ഒന്ന് കേട്ടോളി. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയോട് വന്നിട്ട് ഒരു സഹാബി ചോദിക്കുക, ആയിഷ ബീവിയെ, ഈ പറഞ്ഞ 3 വിഭാഗം ആരാ? മുമ്പേ നടന്നവരെന്ന് പറഞ്ഞത് നബിതങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 സഹാബത്തില്ലേ, അവരാണ്. എന്ന രണ്ടാമത് പറഞ്ഞ മധ്യനിലപാട് സ്വീകരിച്ചവര്, അത് അവരെ പിൻപറ്റിയ മറ്റേ സഹാബാക്കളാ. പിന്നെ അക്രമികളാരാ? അത് എന്നെ നിന്നെയും പോലുള്ളവരാ എന്ന് പറഞ്ഞ ആയിഷ ബീവി ലാലിമാണ് എന്നല്ല, വിനയത്തിന്റെ അടയാളമാണ്. നിങ്ങൾക്കറിയോ, അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറയുന്ന സഹാബിയുടെ പേര് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു ചെറിയ സംഭവമാണ്. എന്താ സംഭവം? അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും പാമ്പ് കൊത്തിയ കഥ. ഉമർ തങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊരിപ്പിടിച്ച വാളുമായി കൊല്ലാമെന്ന കഥ. ഇതൊക്കെയല്ലേ നമുക്ക് ഓർമ്മ ഉള്ളത്. അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന കഥ ഓർമ്മ വരുന്ന എന്തെന്നറിയോ? റസൂലുള്ളാഹിയുടെ ഒട്ടകം മുട്ടുകുത്തിയ കഥ. എന്തുകൊണ്ടാ അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മുന്നിൽ മുട്ടുകുത്തിയെന്നറിയോ? അവിടുത്തെ ആളുകൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങളല്ല ഈ നാട്ടിലെ പണക്കാര്, ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നര് ഞങ്ങളാണ്, പ്രമാണിമാര് ഞങ്ങളാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും റസൂലുള്ളാഹി ഇന്ന് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിലായിരിക്കും. വിസിറ്റേഴ്സ് ഒരുപാട് ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കൊക്കെ സ്വീകരണം നൽകാൻ പറ്റിയ വീട് ഞങ്ങളുടെ വീടാ എന്നൊക്കെ ഓരോരുത്തരും ചിന്തിച്ചിരുന്നപ്പോ അബൂ അയ്യൂബ് അൽ അൻസാരി ചിന്തിച്ചത്, എന്റേതൊരു ചെറിയ ചെറ്റക്കൂരയാണ്, ഒരു ചെറിയ കൂരയാണ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഉറപ്പിക്കാം, എന്റെ വീട്ടിൽ നബി കയറൂല. കാരണം എന്താണ്? നബിയെ കാണാൻ ഒരുപാട് ആളുകൾ വരൂലേ, അപ്പൊ വരുമ്പോഴൊക്കെ അതിനുള്ള സൗകര്യം എന്റെ വീട്ടിൽ ഇല്ലല്ലോ, ഞാൻ സാധുവല്ലേ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ റസൂലുള്ള താമസിക്കുമ്പോ എവിടെയെങ്കിലും ചെന്ന് നിന്ന് നബി ഒന്ന് കാണാം എന്ന് പറഞ്ഞ് വിനയത്തോടെ മനസ്സിൽ വല്ലാത്ത സങ്കടത്തോടു കൂടി നിൽക്കുമ്പോഴാണ് റസൂലുള്ളാന്റെ ഒട്ടകം വന്ന് അബൂ അയ്യൂബിന്റെ വീട്ടിന്റെ മുറ്റത്ത് മുട്ടുകുത്തിയത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങോട്ട് താഴ്ന്നു കൊടുക്കാൻ ആര് തയ്യാറാവോ എങ്കിൽ നമ്മളെ അള്ളാഹു നേരെ മുകളിലേക്ക് കൊണ്ടുവരും. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്ത് ഇന്നും ഏറ്റവും മുന്നിലുള്ള പള്ളി ഏതാ? അത് മക്ക കഅബയാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല.
ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല. ചിലർക്ക് മദീനയോടെ ഇച്ചിരി വെറുപ്പുള്ളൂ, പക്ഷെ മക്കയോടും അവർക്ക് സ്നേഹമാണ്. ഉംറയ്ക്കും ഹജ്ജിന് പോയാൽ ചിലപ്പോൾ സിയാറത്ത് ചെയ്യാതെ മടങ്ങി വരും, പക്ഷെ എങ്കിലും ഹജ്ജിന് പോകും, ഉംറയ്ക്ക് പോകും. ഞാൻ പറഞ്ഞത് പരിശുദ്ധ മക്ക എവിടെയാ അതിന്റെ സ്ഥാനം? ലോക ചരിത്രത്തില് താഴോട്ട് പോകുന്ന പള്ളി ഒറ്റ പള്ളിയേ ഉള്ളൂ, അത് പരിശുദ്ധ കഅബ മാത്രമാണ്. ഏത് ഭാഗത്ത് നിന്ന് വന്നാലും അത് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടാ പോകുന്നത്. ലോകത്ത് വേറൊരു പള്ളി അങ്ങനെ കാണാൻ പറ്റൂല. ബാക്കി എല്ലാ പള്ളിയും മുകളിലോട്ടാണ്, ബാക്കി എല്ലാ പള്ളിയും സ്റ്റെപ്പ് കയറി പോകുന്ന പള്ളിയാണ്. എന്നാൽ ഏതെങ്കിലും ഉയർന്ന പ്രദേശത്ത് നിന്ന് താഴോട്ട് ഓടിപ്പോയി പള്ളിയുണ്ടല്ലോ, താഴ്ന്ന പ്രദേശത്ത് പള്ളിയുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ താഴെ ചെന്നാലും സ്റ്റെപ്പ് കയറിയല്ലേ പള്ളിക്കകത്ത് കയറുന്നത്. പക്ഷേ പരിശുദ്ധ കഅബ അങ്ങനല്ല. ആ കഅബ എവിടെ നിന്ന് ചെന്നാലും ഇറങ്ങി ചെല്ലുന്നു, പിന്നങ്ങോട്ട് കയറാവൊന്നുമില്ല. സഹോദരങ്ങളെ, അത് ഏറ്റവും താഴെയാണ്, പക്ഷേ അതിന്റെ മഹത്വം ഏറ്റവും മുകളിലാണ്. അതുകൊണ്ട് ആയിഷ ബീവി പറഞ്ഞത് ഒരിക്കലും അവര് ലാലിമ്യങ്ങളായതുകൊണ്ടല്ല, മറിച്ച് അല്ലാഹുവേ എനിക്ക് വിനയമുണ്ട്, ഞാൻ അത്രത്തോളം നിസ്സാരയാണ് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. നമ്മൾ നേരെ തിരിച്ചേ പറയൂ, നമ്മൾ സാബിഖും ബിൽ ഖൈറാത്താണ്, ബാക്കിയുള്ളവർ ലാലിമീങ്ങളാണ്. നമുക്കൊന്ന് മനസ്സിലാക്കാം, അടയാളങ്ങൾ പറയാം 3 വിഭാഗത്തിന്റെയും. ഇനി ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യം സന്തോഷിക്കാം. ഞാൻ ആമുഖമായി അത് പറഞ്ഞിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് 3 വിഭാഗത്തിന്റെയും അടയാളങ്ങൾ പറഞ്ഞു തരാം. ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം. എന്താ? മദീനത്തുൻ നബവിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഖുതുബയോതുകയാ. മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബയോതുമ്പോ ഖലീഫ ഉമർ തങ്ങൾ ഖുതുബയോദിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്തോതുകയാ. ഈ ആയത്തോതിയപ്പോൾ സഹാബത്ത് മുഴുവനും നിശബ്ദരായി. ഒരു സൂചി വീണാൽ കേൾക്കുന്ന ശബ്ദം അവിടെ കേൾക്കാം. അത്ര വലിയ നിശബ്ദതയാ, അത്ര വലിയ നിശബ്ദതയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മദീനത്തുൻ നബവിയുടെ അകത്തളത്തിലെ മിമ്പറിൽ നിന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഖുതുബയോതുമ്പോൾ മഹാനായ ഉമർ തങ്ങൾ ഓതിയ ആയത്താ. എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ എന്റെ ഹബീബ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എന്റെ റസൂൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ആളുകളെ 3 തരം തിരിച്ചിട്ടുണ്ട്. ആ 3 വിഭാഗം ആളുകളോ കുല്ലുഹും ഫിൽ ജന്ന. അവര് 3 വിഭാഗം ആളുകളും സ്വർഗത്തിലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് രക്ഷപ്പെടാൻ സഹോദരങ്ങളെ ഖുർആനിന്റെ ആളുകളാണോ ഈ 3 വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാം. നാളെ റബ്ബിന്റെ സ്വർഗം നമുക്ക് കരകരമാക്കാം. പക്ഷേ 3 വിഭാഗം ആളുകളും നാളെ പരലോകത്ത് അഭിമുഖീകരിക്കേണ്ട 3 രീതികളായിട്ടാ, 3 രീതികളായ നാളെ പരലോകത്ത് അഭിമുഖീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, നമുക്കിനി സുദീർഘമായി ഇതിനെ നീട്ടിപ്പരട്ടി പറയാൻ നമുക്ക് സമയമില്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ തരംതിരിച്ച, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ തരംതിരിച്ച 3 വിഭാഗം ആളുകൾ. ആ വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗത്തെ അല്ലാഹ് പറഞ്ഞത് ളാലിമുൽ ലിനഫ്സിഹി. അവര് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. സഹോദരങ്ങളെ, 4 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു തരാ. ഈ 4 അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? എന്റെ ജീവിതത്തിലുണ്ടോ? പടച്ചവനെ തന്നെയാണ് സത്യം, നമ്മൾ ലാലിമീങ്ങളാ. നമുക്ക് സ്വർഗം കിട്ടും, അതിൽ സംശയമില്ല. പക്ഷേ അതിനു മുമ്പ് മഹ്ശറയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഭീകരമായ അവസ്ഥയും കൂടി ഞാൻ പറഞ്ഞു തരാ. 4 അടയാളങ്ങൾ ഉണ്ടോ നിന്റെ ജീവിതത്തിൽ? 4 അടയാളമുണ്ടോ ചെറുപ്പക്കാരാ? 4 അടയാളമുണ്ടോ പ്രിയപ്പെട്ട പെങ്ങളെ? ഇന്നത്തെ പാതിരാത്രി തീരുമാനമെടുത്തോ, ഇന്നത്തെ പാതിരാത്രി തീരുമാനമെടുത്തോ. ഏതാണ് 4 അടയാളമെന്നറിയോ? ഒന്നാമത്തെ അടയാളം പറയുകയാണ് അൽ മുഫർരിതു ഫീ ഫിഅലി ബഅദിൽ വാജിബാത്ത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ലാലിം സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവൻ അവന് പരലോകത്ത് എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ കേട്ടോളി. ഒന്നാമത്തെ ഖുർആനിന്റെ ആളുകൾ, ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾ, ഞാനും എന്റെ പുറകിലും മുന്നിലിരിക്കുന്ന ഭാഗങ്ങളിലും ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും ഖുർആനിന്റെ ആളുകളാണ്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. നമ്മളൊക്കെ സ്വർഗത്തിലാണ്, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട, ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. പക്ഷേ 3 നമ്മളെ തരംതിരിച്ചിട്ടുണ്ട് ഖുർആൻ. ആ 3 വിഭാഗത്തിനും നാളെ പരലോകത്ത് 3 രീതിയിലായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുക. അതിനുശേഷമാണ് നമ്മൾ സ്വർഗത്തിൽ പോവുക.
ഈ 3 വിഭാഗത്തിന്റെയും അടയാളങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളി. ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാ. അവരുടെ 4 അടയാളങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളി. നമ്മൾ മിക്കവാറും ഇതിൽപ്പെട്ടവരായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നെഞ്ചുറപ്പോടെ ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കണ്ടേ. വുജൂഹി യൗമ ഇദിൻ നാളിറ. നാളെ അവിടെ ചെല്ലുമ്പോ നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ നിൽക്കണം എല്ലാവരുടെ മുന്നിലും. ഇവിടെ കരയണം, അവിടെ ചിരിക്കണം. ഇവിടെ ചിരിച്ചവൻ അവിടെ കരയും, ഒരു സംശയം വേണ്ട. ഇവിടെ ചിരിക്കുകയല്ലേ പലരും, ഇവിടെ പലരും ചിരിക്കുകയല്ലേ. നാളെ അവിടെ കരയും, അതിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ കരഞ്ഞവനുണ്ടല്ലോ, നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞവന് ജീവന് വേണ്ടിയിട്ട് യാചിച്ച് കൈകാലിട്ടടിച്ച് ഒരു നിമിഷം തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് പാവപ്പെട്ടവന് വെന്ത് നീറുമ്പോ അവന്റെ മുമ്പിൽ പൊട്ടിച്ചിരിച്ചവർ നാളെ പൊട്ടിക്കരയുന്ന സമയത്ത് ഇവർ നാളെ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പേരിലാണ് ഒരു മനുഷ്യനെ കൂട്ടക്കശാപ്പ് നടത്തുന്നെങ്കിൽ ഉറുമ്പ് കടിക്കുന്ന വേദന മാത്രമേ ഉണ്ടാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് രക്തസാക്ഷിയുടെ ചിത്രവും നിങ്ങൾ പരിശോധിച്ചു നോക്ക്, ഡൗൺലോഡ് ചെയ്, ഗൂഗിളിൽ കയറിയിട്ട് മുഴുവൻ രക്തസാക്ഷികളുടെയും ചിത്രം ഒന്നെടുക്ക്. എല്ലാവരും ചിരിച്ചുകൊണ്ട് കിടക്കുന്ന നമുക്ക് കാണാം. അതാണ് ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവുള്ളൂ. അവന്റെ നെഞ്ചത്ത് വെടിയുണ്ടയേറ്റാലും കത്തി കയറിയാലും കടാര കയറിയാലും വാള് കയറിയാലും എന്ത് കയറിയാലും ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവൂ. അത് പോട്ടെ എന്റെ സഹോദരങ്ങളെ, 4 അടയാളങ്ങളിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഈ ഉമ്മത്തിന് പവിഴപ്പുറ്റുകൾ, മരതകത്തിന്റെ കിറ്റുകൾ, മാണിക്യത്തിന്റെ മുത്തുകൾ വാരിക്കൊണ്ട് തന്ന നമ്മുടെ മുഫസ്സിരീങ്ങൾ, അവരെ നമുക്ക് കളയാൻ പറ്റൂല. അവരാണ് ഖുർആൻ നമുക്ക് തിരിച്ചു തന്നത്. ഇല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുമായിരുന്നില്ല. അലിഫ് ലാം മീം എന്തറിയാം നിങ്ങൾ പറയും. അലിഫ് ലാം മീം എന്ന് പറയുന്നതിന് അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എന്താണ്? നിങ്ങൾ പറയും, ഖുർആനിന്റെ ആളുകളല്ലേ നമ്മളൊക്കെ. എത്ര കൊല്ലം കൊണ്ട് വാഴ കേൾക്കുന്നു. കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയ്ക്ക് അള്ളാഹു നൽകിയ ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൊപ്പി വെച്ചവരാണ്, ദാടി വെച്ചവരാണ്, അല്പമാണെങ്കിലും നിസ്കാരത്തിഴമ്പുള്ളവരാണ്. മുഴുവൻ സഹോദരിമാരും പർദ്ദ ധരിച്ചവരാണ്. ബോഡി ഫിറ്റ് ആണെന്നുള്ളതേ ഉള്ളൂ, അത് മാറും ഇൻഷാ അല്ലാഹ്. നമുക്ക് അള്ളാഹു തന്ന നിഅമത്ത് എത്ര വലുതാണ്. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ മുമ്പ് മാണിക്കോത്തും പൂച്ചക്കാടും ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉസ്താദിന് അത് മനസ്സിലായി. പക്ഷെ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ പടച്ചോറ് ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ഉസ്താദ് പറഞ്ഞു, ഇവിടെയല്ല, ഇവിടത്തെ പോലെയാണ് മുവ്വൽ. അവിടെ ഞാനൊരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ അൽഹംദുലില്ലാ ഒരാള് ദുആ, അത് പോയി, ആ പാരമ്പര്യം പോയി. ഒരാള് ദുആ ചെയ്യുമ്പോ എല്ലാരും കൈ ഉയർത്തിയിട്ട് ആമീൻ പറയും. അതിപ്പോ ഇല്ല, അതിപ്പോ ഒരു സ്ഥലത്തും കാണില്ല, ഒരു സ്ഥലത്തിലും കാണുന്നില്ല. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോളി. അലിഫ് ലാം മീം എന്ന് പറയുന്ന ആ 3 അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു അഅലം ബി മുറാദിഹി എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞില്ല എങ്കിൽ നമ്മൾ എങ്ങനെ അറിയും അതിന്റെ അർത്ഥം? അവരത് പറഞ്ഞില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് മക്കളെ, അത് നമ്മൾ ചർച്ച ചെയ്യണ്ട എന്നവര് പറഞ്ഞവർ തടിയൂരി. ചില മുഫസ്സിരീങ്ങൾ അവിടെയും പറഞ്ഞു അലിഫ് ഖിയാം, നിസ്കാരത്തിൽ നിൽക്കുക, ലാം റുക്കൂ, മീം സുജൂദ്. അലിഫ് അങ്ങനെയല്ല നിൽക്കുന്നത്. ലാം റുക്കൂ, മീം സുജൂദ്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമസ്കാരമുള്ളവരാകണം എന്ന് മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. യാസീൻ എന്തറിയാം? അല്ലാഹു അഅലം ബി മുറാദിഹി, അല്ലെങ്കിൽ പറയും ഇത് ഇസ്മു നബിയിൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണ് എന്ന് പറഞ്ഞ് മുഫസ്സിരീങ്ങൾ ഒഴിയുമ്പോഴും അവിടെയും മുഫസ്സിരീങ്ങളിൽ ചില പ്രധാനികൾ വന്നിട്ട് പറഞ്ഞു യാസീൻ എന്ന് പറഞ്ഞാൽ യാ സീന്, ഇത് അർത്ഥം യാ സയ്യിദൽ മുർസലീൻ, അവസാനത്തെ നൂനും ആദ്യത്തെ യാവും, യാ സയ്യിദൽ മുർസലീൻ, മുർസലീങ്ങളുടെ നേതാവേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പഠിപ്പിച്ചു തന്നു. മുഫസ്സിരീങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു പണ്ഡിതന്മാരെയും നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഇസ്ലാം പൂർണ്ണമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ മനസ്സിലാക്കി തരുന്ന മുഫസ്സിരീങ്ങൾ പറയുകയാണ്, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗത്തിന്റെ 4 അടയാളങ്ങളിൽ
ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? ഒന്നാമത്തെ അടയാളം അൽ മുഫർരിത്തു ഫീ ഫിഅലി ബഅദിൽ വാജിബാത്ത്. നാലടയാളങ്ങൾ ഞാൻ ചുരുക്കി പറയുകയാ. ഒരുപക്ഷേ പറയുന്ന എന്റെയും പറയിപ്പിച്ച സംഘാടകരുടെ കേട്ട നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് ഒരുപക്ഷേ ഉള്ളവരായിരിക്കാം. എന്താ പറഞ്ഞതെന്നറിയോ? പടച്ചവനെ നിർബന്ധമാക്കിയ, അള്ളാഹു നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ പല അമലുകളെയും നമ്മൾ ഒഴിവാക്കുന്നവരാ. മൊത്തത്തിലല്ല, ചിലതിന് നമ്മൾ ഒഴിവാക്കുന്നവരാ. കണ്ടിട്ടില്ലേ, പള്ളിയിലെ ബാങ്ക് വിളിക്കുമ്പോ അവ്വല തക്ബീറിൽ അവ്വല സഫിൽ എത്തുന്ന ആളുകളുണ്ട്. അവര് ബാങ്ക് കേട്ടാൽ ആ നിമിഷം തന്നെ പള്ളിയിലേക്ക് പറന്നു വരുന്നവരാ. അവര് റമളാൻ മാസത്തിൽ പിറ കണ്ടു എന്നറിഞ്ഞാൽ അവര് നോമ്പ് പിടിക്കുന്നവരാ. അവര് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളവരാ. മാത്രമല്ല ഉംറയ്ക്ക് അവര് പലവട്ടം പോയിട്ടുള്ളവരാ. നിർബന്ധമായി പടച്ചവനെ ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്തു. പക്ഷേ പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോ അവര് പറയുന്നത് എന്റെ കയ്യിൽ ധനമില്ല, ആളുകൾക്ക് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലില്ല, അത് എങ്ങനെ ഞാൻ കൊടുക്കും? ഞാൻ അധ്വാനിച്ച് കട്ടപ്പെട്ട് ഞാൻ എല്ലുമുറിയ പണിയെടുത്ത് ഞാൻ വിയർപ്പതുള്ളികളെ രക്തത്തുള്ളികളെ വിയർപ്പതുള്ളികളാക്കി മാറ്റിമറിച്ച് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന്റെ 2.5% പാവപ്പെട്ടവൻ എങ്ങനെ ഞാൻ കൊടുക്കുക എന്ന് ചിന്തിക്കുന്ന സക്കാത്ത് കൊടുക്കാത്ത സമ്പന്ന വിഭാഗമുണ്ടല്ലോ. അവര് ലാലിമീങ്ങളാ. ഇനി ചിലരുണ്ട് പാവങ്ങൾക്ക് പൈസ കൊടുക്കും, ഹജ്ജും ഉംറയും ചെയ്യും, നോമ്പും പിടിക്കും. പക്ഷേ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ അള്ളാന്റെ പള്ളിയിൽ വന്ന് നമസ്കാരം നിർവഹിക്കാൻ അവർക്ക് മടിയാ. ഇനി ചിലരുണ്ട് നിസ്കാരവും ഓക്കെയാ, അവര് സക്കാത്തും കൊടുക്കും, ശരിയാ, അവര് നോമ്പും പിടിക്കും. പക്ഷേ അവര് ഹജ്ജിന് പോകൂല. അവര് പറയുന്നത് എന്താണ്? 5 ലക്ഷം മുടക്കാൻ എന്റെ കയ്യിലില്ല. അവിടെ പോയി 45 ദിവസം ഞാൻ അങ്ങ് നിന്നാൽ ഇവിടത്തെ കച്ചവടം പിന്നെങ്ങനാ നടക്കുക? എന്റെ മോളെ കെട്ടിക്കണ്ടേ, എന്റെ സ്ഥാപനങ്ങൾ നടത്തണ്ടേ, എന്റെ ബിസിനസ്സുകൾ നോക്കി നടത്താൻ വേറെ ആരുമില്ല. അതുകൊണ്ട് മക്കളെ കെട്ടിക്കട്ടെ, അതുപോലെ മറ്റെല്ലാ തൊഴിലുകളും ജോലികളും അവസാനിക്കട്ടെ, അതിനുശേഷം ഞാൻ പോയിക്കൊള്ളാമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ വേറെ ചിലരുണ്ട്, അവര് ഹജ്ജിന് പോയി, ശരി തന്നെയാണ്, സക്കാത്ത് കൊടുക്കുന്നു, ശരിയാ, അവര് നമസ്കാരം മുടക്കൂല. പക്ഷേ അവര് പറയുന്നത് എന്തെന്നറിയോ? എന്നെ കൊണ്ട് 8 മണിക്കൂർ 9 മണിക്കൂർ 10 മണിക്കൂർ 12 മണിക്കൂർ പട്ടിണി കിടക്കാ, എന്നെ കൊണ്ട് കഴിയൂല, ഞാൻ പാവങ്ങൾക്ക് അരി കൂടെ കൊടുത്തോളാ. ഇല്ല സഹോദരങ്ങളെ, നമ്മൾ ലാലിമീങ്ങളാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, തീരുന്നില്ല. ഇത് ഒന്നാമത്തെ അടയാളമാ. ചില ഫർളുകൾ ഉപേക്ഷിക്കുന്നവരാ. രണ്ടാമത്തെ അടയാളം ഏതെന്നറിയോ സഹോദരിമാരെ? മഹാന്മാര് പറയുകയാ, അൽ മുർതകിബു ലിബഅദിൽ മുഹറമാ. അല്ലാഹു നിഷിദ്ധമാക്കിയതിൽ ചിലതൊക്കെ ചെയ്യുന്നവരാ. കള്ളു കുടിക്കൂല, കള്ളിനോട് വല്ലാത്ത വെറുപ്പാ. അവര് പലിശയും വാങ്ങൂല, അവർക്ക് പലിശയോട് വല്ലാത്ത അകൽച്ചയാ. പക്ഷേ വ്യഭിചരിക്കുന്നതിന് കയ്യും കണക്കുമില്ല. വ്യഭിചാരം അവന്റെ വീക്ക്നെസ് ആയി പോയി. എന്നാ ചിലരുണ്ട്, വ്യഭിചരിക്കുകയില്ല, മോശമല്ലേ, അതും മ്ലേച്ഛമല്ലേ, വൃത്തികെട്ടതല്ലേ, ഇങ്ങനെയാ പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ കഴിയുക. പക്ഷേ അവര് കള്ള് കുടിക്കുന്നവരാ. കള്ളവർക്കില്ലാതെ ജീവിക്കാൻ പറ്റൂല. സഹോദരങ്ങളെ, ഇനി ചിലരുണ്ട് കള്ളും കുടിക്കൂല, വ്യഭിചരിക്കുകയുമില്ല. പക്ഷേ അവര് വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് പലിശയുടെ കണക്കെഴുതിയിട്ട് പാവപ്പെട്ടവന്റെ ചോരയും നീരുമുള്ള, രക്തത്തിന്റെ മണമുള്ള, വിയർപ്പിന്റെ മണമുള്ള, കണ്ണുനീരിന്റെ ചുവയുള്ള റിയാലുകളും ദിർഹമുകളും നോട്ടുകെട്ടുകളും വീട്ടിനകത്തുള്ള കൊട്ടാര സമാനമായ അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ കെട്ടിപ്പൂട്ടി വെക്കുന്നവനാ. ഇങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയ 1 2 ചില ഹറാമുകൾ ചെയ്യുന്നവനുണ്ടല്ലോ. പറ്റിയും പറയപ്പെടുന്ന ലാലിമെന്നാണ്. അവർ അള്ളാഹുവിനോട് അക്രമം കാണിച്ചവരാ, അവര് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനാ. സഹോദരങ്ങളെ, ഈ 2 അടയാളങ്ങൾക്ക് പുറമെ 2 എണ്ണം കൂടി പറയുന്നുണ്ട്. മനറുജിഹത്ത് സയ്യിആതുഹു അലാ ഹസനാതിഹി.
അവന് രാത്രി കിടക്കാൻ നേരമാകുമ്പോ അവനവന്റെ കിടക്കപ്പായിലേക്ക് ചെല്ലുമ്പോ അന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ അവൻ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്തത്, നല്ല പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ, അതവനൊന്ന് കാൽക്കുലേഷൻ നടത്തിയിട്ട് അവൻ എന്തൊക്കെ തിന്മയാണ് ചെയ്തത് അതും തമ്മിലൊന്ന് കലക്ക് കൂട്ടി നോക്കുമ്പോൾ അവന്റെ നന്മകളെക്കാൾ എത്രയോ തൂക്കമാണ് അവന്റെ തിന്മകൾക്കുള്ളത്. അവന്റെ നന്മകളെക്കാൾ എത്രയോ തൂക്കമാണ് അവന്റെ തിന്മകൾക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആളുകളും ലാലിമീങ്ങളാണ്, ലാലിമീങ്ങളാ. ഇന്ന് തിങ്കളാഴ്ചയല്ലേ സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങൾ വയല് കഴിഞ്ഞ് കിടക്കുമല്ലോ. എന്നിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണേ, വലത്തെ കൈയിടത്തെ നെഞ്ചിലേക്കൊന്ന് ചേർത്ത് വെച്ചിട്ടൊന്ന് ചിന്തിക്കണേ. ഇന്ന് രാവിലെ സുബഹി നമസ്കാരം മുതൽ ഇന്ന് വൈകുന്നേരം വയല് കഴിഞ്ഞ് രാത്രി വയല് കഴിഞ്ഞത് മുതൽ ഞാൻ ഇന്ന് എന്തൊക്കെ സൽക്കർമ്മങ്ങളാ ചെയ്തത്, ഇന്ന് ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങളാ ചെയ്തത്, ഇന്ന് ഞാൻ എന്തൊക്കെ തിന്മകളാണ് ചെയ്തു കൂട്ടിയത്, എന്തൊക്കെ മോശത്തരങ്ങളാണ് ഞാൻ പങ്കുവച്ചത്, ഫേസ്ബുക്കിലൂടെ വന്ന എന്തെന്ത് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്, എന്തൊക്കെയാണ് കാര്യങ്ങൾക്ക് ഞാൻ കമന്റ് എഴുതിയത്, ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ ലൈക്ക് അടിച്ചത്, ആരെയൊക്കെയാണ് ഞാൻ ആക്ഷേപിച്ചത് അധിക്ഷേപിച്ചത്. ഇതെല്ലാം ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ തിന്മകളാണ് നന്മകളെക്കാൾ കൂടുതലെങ്കിൽ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലാലിമീങ്ങൾ എന്ന വിഭാഗത്തിൽ നിങ്ങൾ പെട്ടുപോകുമെന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കണേ. നാലാമത്തെ അടയാളം എന്തെന്നറിയോ? യുഹിബ്ബുല്ലാഹ് മിൻ അജലി ദുനിയാ. അല്ലാഹുവിനെ അവൻ ഇഷ്ടപ്പെടാറുണ്ട്. അവൻ പടച്ചവനെ വലിയ സ്നേഹമുള്ളവനാ, അല്ലാഹുവിനോട് അല്ലാത്ത ഇഷ്ടമുള്ളവനാ. പക്ഷെ എന്തിനാണ് അവനെ സ്നേഹിക്കുന്നതെന്നറിയോ? അവന് ദുനിയാവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ, അവൻ ദുനിയാവിനെ നേടിയിട്ടാണ് പടച്ചവനെ ഇഷ്ടപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ നാലടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലില്ലേ? ഒന്ന് ചിന്തിച്ചു ചെറുപ്പക്കാരാ, ഒന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ലാലിമീങ്ങളാ, നമുക്ക് സ്വർഗമുണ്ട്, സംശയം വേണ്ട. പക്ഷേ നാളെ നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, യുഹാസബൂന ഫീ തൂലിൽ മഹ്ശരി. നാളെ അല്ലാഹുവിന്റെ മഹ്ശറയുണ്ടല്ലോ, ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് പറയ്ക്കുമ്പോ ആ മഹ്ശറാവന് സഭയില് പതയ്ക്കുന്ന ഒരു മൈതാനിയിൽ കൂട്ടുന്നതാ വർഷം 1,000,000 നിൽക്കേണ്ടതാ. പതയ്ക്കുന്ന ഒരു മൈതാനിയിൽ കൂട്ടുന്നതാ വർഷം 1,000,000 നിൽക്കേണ്ടതാ. ഇവിടത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോ 50,000 വർഷമാ മഹ്ശറിൽ നിൽക്കേണ്ടത്. പെങ്ങളെ, നിൽക്കേണ്ടത് ഒരു ദിവസമല്ല മോളെ. ഇവിടത്തെ കണക്കനുസരിച്ച് നോക്കിയാ 50,000 വർഷമാണ് അവിടെ നിൽക്കേണ്ടത്. 60 വയസ്സുള്ള ഉമ്മ, 70 വയസ്സുള്ള ഉപ്പ, നിങ്ങളെ ഒരു 70 വർഷമല്ലേ ആയോളൂ? അല്ല, 50,000 വർഷം നിൽക്കണം. അള്ളാന്റെ കോടതിയിൽ നിന്നിട്ടേ നിങ്ങൾക്ക് നരകമാണോ സ്വർഗമാണോ പോകാൻ പറ്റൂ. ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട്, സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് താഴെ ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുകയാ. നിങ്ങൾ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങി താഴുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുഹസബൂന ബിതൂലിൽ മഹ്ശരി. അവനെ അല്ലാഹു മഹ്ശറിൽ നിർത്തി പൊരിക്കുന്നതാ. ഫയുസീബുഹുൽ ഗമ്മു വൽ ഹസനു. അവനെ താങ്ങാൻ പറ്റാത്ത ദുഃഖം വരും, അവന് സഹിക്കാൻ പറ്റാത്ത വിഷമം വരും. സഹോദരങ്ങളെ, അവസാനം അവന് പറയുന്നത് എന്താണ്? ഇമ്മാ ഇലന്നാർ. അല്ലാഹുവേ, നരകത്തിലേക്കെങ്കിലും എന്നെ കൊണ്ടുപോയാ മതി, എനിക്ക് സ്വർഗം വേണമെന്നില്ല റബ്ബേ. ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഒരു തടവ് പുള്ളിയേക്കാൾ സങ്കടം വിചാരണ തടവുകാരനാ. തടവിൽ കഴിയുന്ന അവന് കുറ്റക്കാരനാണെന്ന് വിധി എഴുതിയിട്ട്, കോടതി വിധി എഴുതിയിട്ട് അവന് ശിക്ഷ വാങ്ങുന്നതിനേക്കാൾ ഭീകരമാണ് കൂട്ടരെ തടവ് പുള്ളിയായി കഴിയുക. അതാണ് പറയുന്നത്, അല്ലാഹുവേ, ഞാൻ നരകത്തിലാണെങ്കിൽ അങ്ങ് പൊക്കോളാ, ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയൂല റബ്ബേ എന്ന് പറയുന്ന സമയത്താണ്
അള്ളാഹു അവനെ പെട്ടെന്നങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോവുകയാ. അവന് സ്വർഗത്തിലോട്ട് കടന്നു പോയിട്ട് അവന് പറയുന്നത് എന്തെന്നറിയോ? അൽഹംദുലില്ലാ അല്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ. അല്ലാഹുവേ, പടച്ചവനെ, മനസ്സിനകത്തുള്ള ദുഃഖം മാറ്റിയിട്ട് എന്നെ സ്വർഗത്തിനകത്ത് കൊണ്ടുവന്ന അല്ലോ, നിനക്കാണ് സർവസ്തുതി അല്ലോ. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമ മിൻ ഫളിഹി ലാ യമസുനാ ഫീഹാ നസബുൻ വലാ യമസുനാ ഫീഹാ ലുഗൂബ്. സഹോദരങ്ങളെ, അല്ലാഹു പറയുകയാ, ആക്ഷേപങ്ങളില്ലാത്ത, അധിക്ഷേപങ്ങളില്ലാത്ത, ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകളും ഇല്ലാത്ത, കൊതിക്കുന്നത് മുഴുവനും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിനകത്ത് നീ എന്നെ പ്രവേശിപ്പിച്ചല്ലോ അല്ലാ. പടച്ചവനെ, നിനക്കാണ് സർവസ്തുതി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ വിഭാഗം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റൂല സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് പറ്റൂല. നരകത്തിൽ പോയാൽ അവര് കരുതുന്നത് എന്താണ്? നരകത്തിലെങ്കിലും പോയാൽ മതി പടച്ചോനെ, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നാണ്. കാരണം വിചാരണ തടവുകാരനായിട്ട്, അതല്ലേ മഅദനി ഉസ്താദിനെ പറ്റി പറയുന്നത് എന്താണ്? നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ ശിക്ഷിച്ചോളി, കുഴപ്പമില്ല. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാലും ഇനി ശിക്ഷിക്കാൻ പറ്റൂല. അങ്ങനെ കുറ്റം ചെയ്തിട്ടില്ല, ചെയ്താൽ തന്നെയും ശിക്ഷിക്കാൻ പറ്റൂല. കാരണം എന്താ? അതിനുള്ള അവധിയൊക്കെ കഴിഞ്ഞുപോയി. ഒരുപാട് അനുഭവിച്ചില്ലേ, ഒരുപാട് കൊല്ലം കിടന്നില്ലേ. ഒരു നിരപരാധിയായി അല്ലെങ്കിൽ ഒരു വിചാരണ തടവുകാരനായി കഴിയുന്നതിന് വല്ലാത്ത പ്രയാസമാണ് അല്ലേ? അള്ളാഹുവേ, ഞാൻ നരകത്തിലാണെങ്കിൽ അങ്ങ് പൊക്കോളാം, പ്രശ്നമല്ല, ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അവര് കരുതുന്നത് എന്താണ്? നരകം ഇതിനേക്കാളും എളുപ്പമുണ്ടെന്നാ കരുതുന്നത്. അത്ര ഭീകരമാണ് മഹിഷറ. ഒരു ചാൺ മുകളിൽ, ഒരു ചാണെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതൊരടി, ഇതൊരു മുഴം, ഇതൊരു ചാൺ. ഒരു ചാൺ മുകളിൽ സൂര്യൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത് വെറുതെ പറയുന്നതല്ല. ഒരു ചാൺ മുകളിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനൊന്ന് പൊക്കിയ സൂര്യനിലാണ്. ആ സൂര്യന്റെ ചൂട് എത്രയാ? ഈ സൂര്യൻ എത്രയോ കോടി കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് പോലും നമുക്ക് ഇന്ന് അതിന്റെ ചൂട് സഹിക്കാൻ പറ്റാതെ പള്ളികളായ പള്ളികൾ മുഴുവനും AC ആയിരിക്കുകയാണ്. പള്ളികളായ പള്ളികൾ മുഴുവനും എയർ കണ്ടീഷൻ അല്ലേ? വീടുകൾ മുഴുവനും AC. നിങ്ങളത് ആലോചിച്ച് നോക്കിയേ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അള്ളാന്റെ കോടതിയിൽ എങ്ങനെ നിൽക്കുക? നിന്നേ പറ്റൂ. പക്ഷെ ലാലിമാകാതിരുന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചില ഫർളുകൾ ഉപേക്ഷിക്കുകയും ചില ഹറാമുകൾ ചെയ്യുകയും, രാത്രി കിടക്കാൻ നേരത്ത് നന്മയും തിന്മയും അളന്നു നോക്കുമ്പോ തിന്മയാണ് കൂടുതലെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് ദുനിയാവിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ അള്ളാഹിനെ ഇഷ്ടം. അള്ളാഹു വേണോ? എനിക്ക് എന്റെ പടച്ചോനെ വേണം. ഈ കാണുന്ന വീട് തന്നത് അവനല്ലേ, ഈ കാണുന്ന കാറ് തന്നത് അവനല്ലേ, ഈ കാണുന്ന സർവസ്വവും തന്നത് അവനല്ലേ, എനിക്ക് അവനെ വേണം. ഇത് ദുനിയാവായത് കൊണ്ടല്ലേ, ദുനിയാവിന് വേണ്ടിയിട്ടല്ലേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത്? അല്ലെന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? കടലില് ഇപ്പൊ ഓക്കി ചുഴലിക്കാറ്റടിച്ചു വീശി. നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, എന്റെ നാട്ടിൽ നിന്ന് 30-40 കിലോമീറ്റർ അപ്പുറത്ത്, 35 കിലോമീറ്റർ അപ്പുറത്ത് പല ഭാഗങ്ങളിലും ചുഴലിക്കാറ്റടിച്ച്, ഓക്കി ചുഴലിക്കാറ്റടിച്ച് എത്രയോ ആളുകൾ നഷ്ടപ്പെട്ട്, എത്രയോ ആളുകൾ മുങ്ങി മരിച്ച്, എത്രയോ കോടി രൂപയുടെ നാശനഷ്ടം. സംസ്ഥാനത്തിന്റെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ 40 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഈ ഓക്കി ചുഴലിക്കാറ്റ്. ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് അല്ലാഹു ഇങ്ങനെ കേരളത്തിന്റെ തെക്കൻ ജില്ല വഴി കറക്കി നേരെ ലക്ഷദ്വീപ് വഴി ഗുജറാത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാ അല്ലേ സഹോദരങ്ങളെ? ഈ ഒരു പരീക്ഷണം വന്നപ്പോ തന്നെ നമ്മളൊക്കെ ആകെ പതറിപ്പോയി. പലരും ഇപ്പൊ ദിക്റും സ്വലാത്തുമാണ്. പള്ളികളൊക്കെ സജീവമാണ്. കാരണം എന്താണ്? പടച്ചോനെ, ഇനി എങ്ങാനും ശിക്ഷ വന്നാൽ ഞാൻ എങ്ങനെ സഹിക്കും? നിന്നെ ആരാധിച്ചില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് നല്ല പണിയൊന്ന് തന്നാലോ? അതുകൊണ്ട് പേടിയാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ദുനിയാവിന് വേണ്ടിയിട്ടാണ്. മുമ്പ് പണ്ടൊരാള് കടലിൽ പോയി അയാള് കരയിലൂടെ നടന്നതാണ്. തിരമാല വന്നെടുത്ത് നേരെ കടലിൽ പോയി. അയാള് ജീവിതത്തിൽ സുഹൃതങ്ങളൊന്നും ചെയ്യാത്ത മനുഷ്യനാണ്. അയാൾ നടുകടലിലായി പോയി. അവിടെ കിടന്ന് വായിൽ വെള്ളം കയറി കുടിച്ച് മുങ്ങി ചാകുമെന്ന ഘട്ടം വന്നപ്പോ അദ്ദേഹം നീയത്തെടുത്തു. എന്താണെന്നറിയോ? പടച്ചോനെ, ഞാൻ രക്ഷപ്പെട്ട് കരയിലെത്തിക്കഴിഞ്ഞാൽ 1000 പാവങ്ങൾക്ക് ഞാൻ ബിരിയാണി വെച്ച് കൊടുത്തേക്കാം. 1000 പാവങ്ങൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കാം. പെട്ടെന്നൊരു തിരമാല വന്നു, അയാളെ കരയിലെത്തിച്ചു. കരയിൽ വന്ന ഭാര്യ മക്കളെ കണ്ടപ്പോ ഇയാള്
നീയത്തൊക്കെ അങ്ങ് മറന്നു. പെട്ടെന്ന് ഇയാൾ ഓർത്തപ്പോ ചിന്തിച്ചു, ഓ എന്ത് ബിരിയാണിയാ, എന്ത് ബിരിയാണി, അള്ളാഹു വിടുവോ? അടുത്ത തിരമാല കൊണ്ടങ്ങ് പോയി. അടുത്ത തിരമാല യവനെ കൊണ്ടങ്ങ് പോയി. അങ്ങ് ചെന്നപ്പോ ഇനി രക്ഷപ്പെടൂല, കാരണം പണി കിട്ടിയിരിക്കാൻ. അവൻ പറഞ്ഞ പടച്ചോനെ, ഞാൻ കളിയാക്കിയതൊന്നുമല്ല. എന്ത് ബിരിയാണി എന്ന് ചോദിച്ചത് മട്ടനാണോ ചിക്കനാണോ ബീഫാണോ വെജാണോ അതാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ നിന്നെ ആക്ഷേപിച്ചതൊന്നുമല്ല. സഹോദരങ്ങളെ, നടുകടലിൽ കിടക്കുന്നവന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം, അവന് രക്ഷപ്പെടണം. അള്ളാഹുവിനെ അവൻ വിളിക്കുന്നത് ദുനിയാവിന് വേണ്ടി മാത്രമാണ്. നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് ദുനിയാവിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഒരു പരീക്ഷണം തന്നു നോക്കട്ടെ, അള്ളാഹു നമുക്കൊരു ചെറിയ പരീക്ഷണം തരട്ടെ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത് അപ്പോഴറിയാം നമുക്കിപ്പോൾ ഉള്ള വീടൊക്കെ നഷ്ടപ്പെട്ട് ഒരു ചെറ്റക്കൂരയിൽ കിടക്കാൻ. ആ സമയത്ത് ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എപ്പോഴും നമ്മൾ ഇങ്ങനെ ദിക്റാൻ. 24 മണിക്കൂർ നമ്മൾ നിസ്കാരം ഒക്കെ ഉണ്ട്. കാരണം നല്ല വീടാണ്, നല്ല വണ്ടിയാണ്, യാത്ര ചെയ്യാൻ സൗകര്യം ഒക്കെ തന്നു. ഇതൊക്കെ അള്ളാഹു അങ്ങ് പിൻവലിച്ചൊരു ചെറിയ ചെറ്റക്കൂര, വണ്ടിയൊന്നുമില്ല, ഒരു സൈക്കിള് പോലും ഇല്ല, ഒന്നുമില്ല. മക്കളൊക്കെ നാല് വഴിക്കങ്ങ് പോയി. ഒന്നും ഇല്ലാതിരിക്കുമ്പോ നമ്മൾ പറയുന്നത് എന്താ? സുഖമല്ലേ? ഓ എന്ത് സുഖം, പടച്ചോൻ ഇങ്ങനെയും പരീക്ഷിക്കുമോ മനുഷ്യന്മാരാ? നമ്മളെ ഏറ്റവും വലിയ ശത്രുവായി പിന്നെ പടച്ചോനെ കാണും. ഇത് നമ്മുടെ സ്വഭാവമല്ലേ? അപ്പൊ നമ്മൾ ലാലിമീങ്ങളല്ലേ? നാളെ മഹ്ശറ നിൽക്കണ്ടേ പൊരി വെയിലത്ത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം ഞാൻ ചുരുക്കി പറയാം. രണ്ടാമത്തെ വിഭാഗം അള്ളാഹു പറയുകയാണ്, മുഖ്തസിദാണ്. അവര് മദ്യനിലപാട് സ്വീകരിച്ചവരാ. സഹോദരങ്ങളെ, 4 അടയാളങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ ആരാണ് ആ വിഭാഗമെന്ന് മനസ്സിലാക്കണേ. മുഖ്തസിദെന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗമാരാ? സഹോദരങ്ങളെ, മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? അവര് എല്ലാ ഫർളുകളും വീടുന്നവരാ. ഒരു ഫർളും അവർ ഉപേക്ഷിക്കുകയില്ല. അവർ ഒരു ഫർളും ഉപേക്ഷിക്കുന്നവരല്ല. അവരല്ലാഹു നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞത് മുഴുവനും അവർ ചെയ്യുന്നവരാ. 5 നേര നിസ്കാരം കൃത്യമാണ്, നോമ്പ് കൃത്യമാണ്, ഹജ്ജും ഉംറയും ഒക്കെ നിർബന്ധമായ, അല്ലാഹു നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ സക്കാത്ത് അടക്കമുള്ള എല്ലാ അമലുകളും അവരെ കൃത്യമായി ചെയ്യുന്നവരാണ്. പക്ഷേ യത്റുകുൽ മുസ്തഹബോ, അവരുടെ ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും അവരെടുക്കൂല. അവരെ കൃത്യമായി ഫർളുകളൊക്കെ പൂർത്തീകരിക്കുന്നവരാ. പക്ഷേ സുന്നത്ത് അവരുടെ ജീവിതത്തിലില്ല. അവന് നിസ്കാരമുണ്ട്, ഫ്രണ്ട് സഫിലാണ്, പക്ഷെ ദാടിയില്ല. അവന് നിസ്കാരത്തിൽ 1-ാമത്തെ സഫില് ഇമാമിന്റെ വലതുഭാഗത്താ, പക്ഷെ തലയിൽ തൊപ്പിയില്ല. സഹോദരങ്ങളെ, സങ്കടം തോന്നല്ലേ? പറയാതിരിക്കാൻ നിർവാഹമില്ല. അവന് നിക്കാഹ് എന്ന് പറയുന്ന ഇബാദത്ത്, അള്ളാഹു നമുക്ക് തന്ന ഇബാദത്താ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹ് നമ്മൾ പൂർവാധികം ഭംഗിയോടെ നടത്തും. എല്ലാ അർത്ഥത്തിലും കാളിയെ കൊണ്ടുവന്ന് മഹർ കൊടുക്കുന്ന ആ സ്വർണ്ണാഭരണം മുന്നിൽ വെച്ച് മഹർ പറഞ്ഞ് നമുക്ക് അള്ളാഹു തന്ന ഇണയെ സ്വീകരിക്കുന്നവരാണ്. പക്ഷേ ഫേസ്ബുക്കിലൂടെ കാണാൻ കഴിഞ്ഞു എന്തല്ല കോമരട്ടങ്ങളാ കാണിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കൂടുതലാണെന്നറിയാൻ കഴിഞ്ഞു. ഇവിടുന്ന് കടമെടുത്തുകൊണ്ട് തെക്കൻ ജില്ലകളിലേക്ക് അനാചാരം പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. പുതിയ പെണ്ണിനോട് കാണിക്കുന്ന ഏറ്റവും മോശമായ ഇടപെടലുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആപത്താ. അത് റസൂലുള്ളാഹിന്റെ സുന്നത്തിന് വിരുദ്ധമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, പടച്ചവനെ കാത്തുരക്ഷിക്കട്ടെ. ഫർളുകളൊക്കെ കൃത്യമായി ചെയ്യുന്നവരാ, പക്ഷെ സുന്നത്തൊന്നു പോലും എടുക്കില്ല. രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ? അത്താരിഖുലിൽ മുഹറമാ. അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ ഒന്നും അവന് ചെയ്യൂല. അവന് ഹറാമുകളൊന്നും ചെയ്യൂല. കള്ളുകുടി അവന് പേടിയാ, പെണ്ണുപിടി അവന് ഇഷ്ടമില്ല, വ്യഭിചാരം അവന് വല്ലാത്ത ഭയമാ, അവന് പലിശയോട് വല്ലാത്ത വെറുപ്പുള്ളവനാ. എല്ലാ ഹറാമുകളിൽ നിന്ന് മാറി
നിൽക്കുന്നവനാണ്. പക്ഷേ അവന് കറാഹത്തുകൾ ചെയ്യാനൊരു മടിയുമില്ല. അവനോട് പറയുന്നത് തിന്മയല്ലേ, ഹറാമൊന്നും അല്ലല്ലോ, അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കറാഹത്തുകൾ വാരിക്കൂട്ടുന്നവനാ. മനസ്സിലാക്കണേ സഹോദരങ്ങളെ, മുഖ്തസരീങ്ങളാണ് മധ്യനിലപാട് സ്വീകരിച്ചവരെന്ന് ഖുർആൻ പറഞ്ഞ ഖുർആനിന്റെ രണ്ടാമത്തെ വിഭാഗമാണ് അനന്തരാവകാശികള്. അവരുടെ അടയാളമാണ് പറയുന്നത്. അവര് ഹറാമൊന്നും ചെയ്യൂല, പക്ഷെ അവര് കറാഹത്തുകൾ ഒഴിവാക്കാത്തവരാ. വാരിക്കോരി കൂട്ടുന്ന കറാഹത്തുകൾ നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? കറാഹത്തെന്ന് പറഞ്ഞാൽ മുമ്പോട്ട് തുപ്പാൻ പാടില്ല കറാഹത്താണ്, വലത്തോട്ട് തുപ്പാൻ പാടില്ല കറാഹത്താ. തുപ്പേണ്ടി വന്നാൽ ഇടത്തോട്ട് തുപ്പണം, പിന്നിലോട്ട് തുപ്പണം. കിബിലക്ക് നേരെ കാല് നീട്ടൽ പാടില്ല, നിന്നുകൊണ്ട് വെള്ളം കുടിക്കൽ പാടില്ല. ഇതെല്ലാ കറാഹത്താ. ഇതൊക്കെ വാരിക്കോരി ചെയ്യുന്നവരാ, ഒരു ശ്രദ്ധയുമില്ലാത്തവരാ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ ഇങ്ങനെ കറാഹത്തുകൾ വാരിക്കൂട്ടുമ്പോ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ. എന്റെ പെങ്ങന്മാര് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഒരു താഴ്വരയിലെത്തുകയാ. അവിടെ ഫലരഹിതമാണ്, ജനരഹിതമാണ്, ഫലരഹിതമാ. ഒന്നുമില്ല. അവിടെ ഒരു തുള്ളി വെള്ളമില്ല, അവിടെ ഒരു സസ്യമില്ല, അവിടെ ഒരു പച്ചപ്പില്ല, ഒന്നുമില്ല, മണലാരുണ്യം മാത്രമാണ്. ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളൊന്ന് ചുറ്റി നടന്നിട്ട് എന്ത് കയ്യിൽ കിട്ടിയാലും കൊണ്ടിവിടെ വരുവോ? അങ്ങനെ സഹാബത്തെ റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ട് നാലാ ഭാഗത്തേക്ക് പാഞ്ഞു പോയി. അവിടെ കയ്യിൽ കിട്ടിയതെല്ലാം അവർ കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചു. ചിലര് കൊണ്ടുവന്ന ഒട്ടകത്തിന്റെ ഉണങ്ങിയ കാട്ടമാ, ചിലര് കൊണ്ടുവന്നത് ഒട്ടകം തിന്നിട്ട് ബാക്കി വന്ന ഏതെങ്കിലും ഒരു ഭാഗമാ, ചിലരിങ്ങനെ ഏതെങ്കിലുമൊക്കെ കല്ലുകൾ പറക്കി കൊണ്ടുവന്നു. അങ്ങനെ ഓരോ സഹാബത്തവരുടെ കയ്യിൽ കിട്ടിയ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളെ കൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ചപ്പോ സഹോദരങ്ങളെ ഒരു കൂമ്പാരമായി അതൊരു വലിയ കൂമ്പാരമായി മാറുകയാ. ഇത് കാണിച്ചിട്ട് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? സഹാബത്തെ, ഇതുപോലെയാ കറാഹത്തുകൾ ചെയ്യുന്നത്, ഇതുപോലെയാണ് ചെറിയ പാപങ്ങൾ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നറിയോ? തജ്തമിഉ ദുനൂബു അലർ റജുലി കമാ ജമഅതും ഹാദാ. നിങ്ങൾ ഇവിടെ ഇത് ഒരുമിച്ച് കൂട്ടിയതുപോലെ നിങ്ങൾ തിന്മകൾ അറിയാതെ ചെയ്ത് അതൊരു കൂമ്പാരമാകും സഹബാ. അങ്ങനെ കൂമ്പാരമായി കഴിഞ്ഞാലോ നിങ്ങളത് കാരണം നശിച്ചു പോകുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നാലടയാളങ്ങൾ മുഖ്തസിദീങ്ങളുടെ. ഒന്നെന്താ? നിർബന്ധമായതൊന്നും വിടൂല, കൃത്യമായി ചെയ്യും, എല്ലാത്തിലും എ ഗ്രേഡാ. പക്ഷേ ഒരു സുന്നത്ത് അവൻ എടുക്കൂല. നമ്മളിൽ മിക്ക ഉള്ളവരും അങ്ങനെയാണ്, നമ്മളിൽ സിംഹഭാഗവും അങ്ങനെയാണ്. നേരെ പള്ളിയിലോട്ട് പോകും, ലോഹറ നിസ്കരിക്കും, നേരെ തിരിച്ചു പോകും. മുമ്പും പിമ്പുള്ള സുന്നത്ത് നമ്മൾ നിസ്കരിക്കൂല. എത്ര പ്രാധാന്യമുള്ളതാണെന്നറിയോ? ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറയുന്നത് അക്രമകാരിയായ ഭരണാധികാരിയാണ്, അക്രമിയാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുടെ എണ്ണം അനുസരിച്ച് പണ്ഡിതന്മാരെ കൊന്നയാളാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഒരു കാലഘട്ടത്തിൽ ഖതീബുൽ ഉമ്മ എന്നറിയപ്പെട്ടിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫ് കാണുന്നവരെയൊക്കെ കൊല്ലുമായിരുന്നു. കൊല്ലുന്നതൊക്കെ വിചിത്രമായിട്ടാണ്. സുബഹി നിസ്കരിച്ചാണോ? നിസ്കരിച്ചു. ജമാഅത്തായിട്ടാണോ? അല്ല, അങ്ങ് കൊന്നേക്കും. ജമാഅത്താണ് നിസ്കരിച്ചതെന്ന് പറഞ്ഞാൽ കൊല്ലൂല. എന്താ കാര്യം എന്ന് വെച്ചോ? പറഞ്ഞു, റസൂല് പറഞ്ഞിട്ടുണ്ട്, മൻ സ്വല്ലാ സ്വലാത്ത സുബഹി മഅൽ ജമാഅത്തി ഫഹുവ ഫീ ദിമ്മത്തില്ലാ. സുബഹി ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിലാണ്. അന്നേ ദിവസം അള്ളാന്റെ ഉത്തരവാദിത്വമുള്ളവനെ നീ കൊല്ലാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവനങ്ങ് ഉപേക്ഷിക്കും എല്ലാവരെയും. ഹസൻ ബസരി തങ്ങളെ കൊട്ടാരത്തെ കയറി ചെന്നിട്ട് പറഞ്ഞു, നിർത്തണം നിന്റെ അഹങ്കാരം എന്ന് പറഞ്ഞു. നീ ആരോടാടാ സംസാരിക്കുന്നത്? കൊട്ടാരത്തിൽ വന്നിട്ട് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, പണ്ഡിതനാണ്, രാജാവിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ അഹങ്കാരം നിർത്തണം. നീ ആരോടാടാ സംസാരിക്കുന്നത്? നിന്നോട് തന്നെ. നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, തലയിരിക്കുന്ന ഈ തലപ്പാവ് അഴിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി അമാമത്തി വ കഫനി. ഇതെന്റെ തലയിൽ കെട്ടി മാത്രമല്ല, എന്റെ കഫൻ പുടവയാണ്, കൊണ്ട് കൊന്നോളാൻ പറഞ്ഞു.
പണ്ഡിതന്മാർ എതിർത്തു അദ്ദേഹത്തെ. ഏറ്റവും അവസാനം പ്രായമുള്ള, ഏറ്റവും പ്രായം ചെന്ന ഒരു സഹാബിയാണ് എന്റെ സഹോദരങ്ങൾ. അദ്ദേഹത്തിന്റെ വിഷയങ്ങളിൽ ജാഗ്രതയോടുകൂടി നിന്ന് അവസാന കൊട്ടാരത്തിലൊക്കെ ക്ഷണിച്ചു കൊണ്ടുപോയി. അത് പോട്ടെ, നമ്മുടെ ചർച്ച അതല്ല, നമ്മുടെ വിഷയം അതല്ല. ഈ ഹജ്ജാജ് ബിൻ യൂസുഫ് അക്രമകാരിയാണ്. ഭരണാധികാരിയിൽ ഏറ്റവും വലിയ അക്രമം കാണിച്ച മനുഷ്യരാണ്. എല്ലാവരെയും കണ്ണി കാണുന്നവനെ കൊല്ലും. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അതിനനുസരിച്ച് ഒരു പ്രവാചകന് ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ കൊന്നുകളഞ്ഞു. ആ ഏറ്റവും ധിക്കാരിയായ ഭരണാധികാരി ഇങ്ങനെ കൊല്ലാൻ ഒരു കാരണം പറയുന്നുണ്ട് കിതാബില്. അത് സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാൻ. ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് തൊട്ടുകൊടുക്കുമല്ലോ, കുഞ്ഞിന് തൊട്ടുകൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഹജ്ജാജ് ബിൻ യൂസുഫ് ജനിക്കുന്ന സമയത്ത് തൊട്ടുകൊടുക്കാൻ അടുത്ത് വെള്ളമൊന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം തൊട്ടുകൊടുത്തു എന്നാണ് ഹജ്ജാജ് ബിൻ യൂസുഫിന്. ഹജ്ജാജ് ബിൻ യൂസുഫ് ആദ്യമായി തന്റെ നാവ് നനഞ്ഞതും തൊണ്ടക്കുഴി നനഞ്ഞതും ആമാശയത്തിലെത്തിയതും ബ്ലഡായിരുന്നു. അതിന്റെ സ്വഭാവം പിന്നീട് കാണിക്കാൻ തുടങ്ങിയെന്നാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. ഏതോ ആയിക്കോട്ടെ, ഹജ്ജാജ് ബിൻ യൂസുഫ് ആ കാലഘട്ടത്തിൽ മഴ കിട്ടാതെ വന്ന ഒരു സന്ദർഭം, മഴയില്ല, തീരെ മഴയില്ല, വിഷമത്തിലാണ് എല്ലാവരും. ആ സമയത്ത് ഒരു കശ്ഫിന്റെ ഉലമാക്കളിൽപ്പെട്ട ഒരു ആലിമ് അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടില് എല്ലാവരും അവഗണിക്കുന്ന ഒരു സുന്നത്ത്, അഥവാ ലൊഹറിന് മുമ്പും ശേഷവുമുള്ള 4 റക്അത്ത് റവാത്തിബ് സുന്നത്ത് കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ ദുആ ചെയ്താൽ മഴ കിട്ടുമെന്ന് പറഞ്ഞു. ഒരുപാട് ആലിമീങ്ങളുണ്ട് സദസ്സിൽ, ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട് സദസ്സിൽ. പക്ഷെ അവിടെ നിന്ന് ആദ്യമായി എഴുന്നേറ്റ് ഞാൻ ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് ഈ ഹജ്ജാജ് ബിൻ യൂസുഫാണ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ലൊഹറിന് മുമ്പും പിമ്പുള്ള സുന്നത്ത് മുടക്കിയിട്ടില്ല. ഹജ്ജാജ് ബിൻ യൂസുഫ് ദുആ ചെയ്തു, മഴ പെയ്തു. സഹോദരങ്ങളെ ചിന്തിക്കണേ, നിസ്സാരമല്ല ഈ സുന്നത്തുകൾ. അതുകൊണ്ട് ഫർളൊക്കെ കൃത്യമായി ചെയ്യും, പക്ഷെ സുന്നത്ത് അത് സുന്നത്തല്ലേ ഉള്ളൂ. നിസ്കരിക്കുന്നില്ല, അത് സുന്നത്ത്. ദാടി വെക്കാത്ത എന്താ, അത് സുന്നത്തല്ലേ ഉള്ളൂ. എന്താ തൊപ്പി വെക്കാത്തത്, അത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി പോകുന്ന സുന്നത്തുണ്ടല്ലോ, അത് നമ്മൾ മദ്യനിലപാട് സ്വീകരിക്കുന്ന ആളുകളായതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമുകൾ ഒന്നും ചെയ്യൂല, പേടിയാൻ. പക്ഷെ കറാഹത്തുകൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ല. മഹാന്മാർ എത്രത്തോളം സൂക്ഷിച്ചിരുന്നു നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ? എത്രത്തോളം സൂക്ഷിച്ചിരുന്നു. ഒരു ഹദീസ് ഉണ്ട് എന്നറിഞ്ഞപ്പോ ആ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി പോകുമ്പോ ആ സ്വീകരിക്കുന്ന ഹദീസ് കൊടുക്കുന്ന ആളിന്റെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ ആളിന്റെ മുമ്പിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഒരു പൂച്ച വന്ന് അദ്ദേഹത്തിന്റെ ഈ 2 കാലിനിടയിലോട്ട് കയറി. ആ സമയത്ത് അദ്ദേഹം പൂച്ച ഇങ്ങനെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. പൂച്ചയെ കാലുകൊണ്ട് തട്ടിയോണ്ട് നിലത്തേക്ക് എറിഞ്ഞു. ഇത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഹദീസ് വേണ്ട, ഞാൻ പോവാണ്. നിങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ ഹദീസ് പഠിക്കാൻ, എനിക്കിനി അത് വേണ്ട. എന്താന്ന് ചോദിച്ചവൻ പറഞ്ഞു, റസൂലുള്ള പറഞ്ഞതല്ലേ, ഒരു മനുഷ്യൻ പൂച്ചയുമായി ചുറ്റി വരിഞ്ഞു നിൽക്കും. മനുഷ്യനെ പൂച്ചയും ചുറ്റും, പൂച്ചയെ മനുഷ്യനും ചുറ്റും. മനുഷ്യരുമായി ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിയാണ്, കൊച്ചു ജീവിയാണ് എന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അതിനെ നിങ്ങൾ തട്ടിക്കളഞ്ഞില്ലേ? എനിക്ക് നിങ്ങളുടെ ഹദീസ് വേണ്ട എന്ന് പറഞ്ഞു പോയി. ഒരു ഷെയ്ഖ് ഉണ്ട് എന്നറിഞ്ഞു പോയപ്പോ ആ ഷെയ്ഖ് നിൽക്കുന്ന വീട്ടിൽ നിന്ന് കിബിലയ്ക്ക് നേരെ നീട്ടിത്തുപ്പിയപ്പോൾ, നിങ്ങൾ ഷെയ്ഖല്ല, അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് വിലായത്ത് കൊണ്ട് നടക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വലിയനെ സമ്മതിക്കാതെ പിരിഞ്ഞുപോയി. ആ മഹാന്മാര് സുന്നത്ത് കറാഹത്തിനെ ഗൗരവത്തിൽ കണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് തുപ്പൽ കറാഹത്താണ്. അത് സൂക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിക്കാൻ കഴിയാത്ത ആൾക്ക് എങ്ങനെ വിലായത്ത് സൂക്ഷിക്കാൻ കഴിയാ? നിങ്ങൾ വലിയൊന്നുമല്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി. ഇങ്ങനായിരുന്നു കറാഹത്തിനെ സൂക്ഷിച്ചിരുന്നത് മുൻഗാമികൾ. മാത്രമല്ല, 3ാമത്തെ അടയാളം സഹോദരങ്ങളെ, നന്മയും തിന്മയും തമ്മിൽ തൂക്കി നോക്കുമ്പോൾ, സമാസമം. നമ്മുടെ നന്മയും തിന്മയും രാത്രി കിടക്കാൻ നേരത്ത് തൂക്കി നോക്കുമ്പോ സമാസമമാണ്. രാവിലെ മുതൽ ചെയ്ത കാര്യങ്ങളൊന്ന് അളന്നു നോക്കുമ്പോൾ, ഒന്ന് തുലനം ചെയ്യുമ്പോ തിന്മയും നന്മയും ഒന്ന് അളന്നു നോക്കുമ്പോൾ രണ്ടും ഒരുപോലെയാ. ഒന്നും നിന്റെ മുകളിലില്ല, ഒന്നും നിന്റെ താഴെയുമില്ല. അങ്ങനെ വരുന്നവനെ നീ മധ്യനിലപാട് സ്വീകരിച്ചവനാ. സഹോദരങ്ങളെ, 4ാമത്തെ അടയാളം എന്തെന്നറിയോ? യുഹിബ്ബുല്ലാ മിൻ അജ്ലിൽ ആഖിറ.
അവൻ അല്ലാഹനെ ഇഷ്ടപ്പെടുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. പടച്ചവനെ ഇഷ്ടപ്പെടുന്നത് പരലോകത്തിന് വേണ്ടിയിട്ടാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ, സ്വർഗത്തിൽ കയറാൻ വേണ്ടിയിട്ടാ. ഞാൻ എൻ്റെ ഈ ബേക്കലം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിച്ചോട്ടെ, എന്തിനാ നിങ്ങൾ നമസ്കരിക്കുന്നത്? റബ്ബിന്റെ സ്വർഗം വാങ്ങാനാണോ? എന്തിനാ നിങ്ങൾ കള്ളു കുടിക്കാത്തത്? അല്ലാഹുവിന്റെ നരകം പേടിച്ചിട്ടാണോ? പടച്ചോനെ നരകം നിങ്ങൾ ഭയന്നിട്ടാണോ? അങ്ങനെ ആകല്ലേ ചെറുപ്പക്കാരാ. സുബഹി നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിൽ വരുന്നത് നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ സ്വർഗം മോഹിച്ചിട്ടാകല്ലേ. കള്ള് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു പൊങ്ങുമ്പോ, ആ കള്ളിങ്ങനെ നൊരഞ്ഞു പൊങ്ങുമ്പോ ആ കള്ളിനെ നിങ്ങൾ തൊടാതിരിക്കുന്നത് റബ്ബിന്റെ നരകം പേടിച്ചിട്ടാകല്ലേ. പെങ്ങ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ, പെങ്ങളെ ഔറത്ത് മറക്കാതെ നടന്നു പോകുമ്പോ നീ എന്തിനാ പെട്ടെന്ന് ഔറത്ത് മറച്ചുകൊണ്ട് നീ എല്ലാവരും ഔറത്ത് മറക്കാതെ തല തുറന്നിട്ട് നടക്കുമ്പോ, ഇല്ല ഞാൻ എന്റെ തലമറച്ചേ നടക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അല്ലാഹുവിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണോ? പെങ്ങളെ പാടില്ല. റബ്ബിന്റെ നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ടാണോ? പാടില്ല. പിന്നെ എന്തിനാ സൽക്കർമ്മം ചെയ്യേണ്ടത്? ആ ചരിത്രം ഞാൻ അവസാനം പറയാ. സഹോദരങ്ങളെ, ആഖിറത്തെ പേടിച്ചുകൊണ്ടാ ഇന്ന് പലരും അല്ലാഹനെ ഇഷ്ടപ്പെടുന്നത്. എന്തിനാണ് നീ പടച്ചോനെ സ്നേഹിക്കുന്നത്? ഞാൻ അല്ലാഹനെ സ്നേഹിച്ചില്ലെങ്കിൽ എങ്ങനാ എനിക്ക് സ്വർഗം കിട്ടുക? ഞാൻ പടച്ചോനെ പ്രണയിച്ചില്ലെങ്കിൽ പിന്നെ അല്ലാഹു എനിക്ക് നരകം തരൂലേ? ഈ ഒരു പേടിയാണ് എന്റെ സഹോദരങ്ങളെ നമുക്കുള്ളത്. ഇതാണ് രണ്ടാമത്തെ വിഭാഗത്തിന്റെ അടയാളം. നമ്മൾ ഒരു ചെറിയ വിഭാഗമൊക്കെ അതിലല്ലേ, ഒരു ചെറിയ വിഭാഗം അതിലല്ലേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ഈ വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് എങ്ങനെയാണെന്നറിയാം അഭിമുഖീകരിക്കേണ്ടത്. പടച്ചോ നമ്മളെ ഇതിലെങ്കിലും ഒന്ന് ചേർക്കട്ടെ, അതിനുവേണ്ടി ദുആ ചെയ്തു. ഇതിലെങ്കിലും അള്ളാഹുവിനെ ചേർക്കട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കേണ്ടത് ഇനി പറയാൻ പോകുന്ന മൂന്നാമത്തെ വിഭാഗത്തിന് വേണ്ടിയിട്ടാകണം. ഈ രണ്ടാമത്തെ വിഭാഗത്തിന് നാളെ പരലോകത്ത് അഭിമുഖീകരിക്കേണ്ട വിഷയം എങ്ങനെയാണ്? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ പരലോകത്ത് അവന് എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നറിയോ? അവന് പരലോകത്ത് പോകുമ്പോൾ യുഹാസബൂന ഹിസാബൻ യസീറാ, യുഹാസബൂന ഹിസാബൻ യസീറാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ചെറിയ ഒരു വിചാരണ അവനെ നേരിടേണ്ടി വരുന്നതാ. ഒരു ചെറിയ വിചാരണ മാത്രമേ അവന് നേരിടേണ്ടി വരികയുള്ളൂ. ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം ആളുകൾക്ക് ഒരു ചെറിയ വിചാരണ അല്ലാഹു കൊടുക്കുമോ? ഒരു ലഘുവായ വിചാരണ. ആയിഷ ബീവി റസൂലുള്ളാഹിയോട് ചോദിച്ചല്ലോ, നബിയേ നബിയേ എന്താണ് ചെറിയ വിചാരണ? എന്താണ് ഹിസാബ് യസീർ എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ആദരവായ പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ആയിഷ ഇന്നമാ ദാലികൽ ഗറളു യാ ആയിഷ. വെറുതെ അല്ലാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നേ ഉള്ളൂ. ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ ഹിസാബ് യസീർ ഉണ്ടല്ലോ, ചെറിയ വിചാരണ, 2 റക്അത്ത് നിസ്കാരത്തിന്റെ സമയം, അത്രേ ഉള്ളൂ. അതെന്താണ്? അള്ളാഹു പെട്ടെന്ന് ചോദിക്കും, കാര്യങ്ങളെ കൊണ്ടല്ല, ഓക്കെ ആണല്ലോ, ശരി കയറിക്കോ, സ്വർഗത്തിലേക്ക് പൊക്കോ, അത്രേ ഉള്ളൂ. ഒരു ചെറിയ ചോദ്യം അല്ലാഹു ചോദിക്കും, അങ്ങ് ഏറ്റുവിടും. അള്ളാഹു നമ്മൾ അതിലെങ്കിലും ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയാണ്, ആയിഷ മന്നൂഖിശ യുഹ്ലകു. ഇനി അതല്ല, അള്ളാഹു അതിനെ ഈ ചൂഴ്ന്ന് നോക്കാൻ വേണ്ടി നിന്നാൽ, അള്ളാഹു അതിനെ ചൂഴ്ന്ന് നോക്കാൻ വേണ്ടി നിന്നാൽ നൂഖിശ യുഹ്ലകു, അവൻ നശിച്ചത് തന്നെ, ഒരു സംശയവും വേണ്ട. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹു വിളിച്ചു നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചങ്ങ് കയറ്റി വിട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ലാതെ അവിടെ നിർത്തിയിട്ട് നീ ആ പണം എങ്ങനെ ഉണ്ടാക്കി? അതുകൊണ്ടാണ് കൂട്ടരെ, പാവപ്പെട്ടവന് സ്വർഗത്തിൽ പോയി, ഒരു നാട്ടിലെ പാവങ്ങള് സ്വർഗത്തിൽ പോയി 40 വർഷം കഴിഞ്ഞേ അവിടുത്തെ പണക്കാര് സ്വർഗത്തിൽ പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പോയി 40 കൊല്ലം കഴിഞ്ഞ പണക്കാരൻ പോകും. ബേക്കൽ പെരിയങ്ങാനം അല്ലേ, പരയങ്ങാനം, ഈ നാട്ടിലെ പണക്കാരനുണ്ടല്ലോ, പാവപ്പെട്ടവന് സ്വർഗത്തിൽ പോയി 40 കൊല്ലം കഴിഞ്ഞ പണക്കാരൻ പോകും. നമുക്കേനെ ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. പാവപ്പെട്ടവൻ നേരെ അങ്ങോട്ട് ചെന്നു, ഇബാദത്തുണ്ടെങ്കിൽ 2 പേർക്ക് ഇബാദത്ത് വേണം. പാവപ്പെട്ടവൻ നേരെ അള്ളാന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നു, എന്തുണ്ട്?
പടച്ചോരെ നിനക്ക് തന്നെ അറിഞ്ഞൂടെ എന്തുണ്ട്, മഹലിൽ നിന്ന് ഒരു ചെറിയ വീട് വെച്ച് തന്ന് ആ വീട്ടിൽ ഞാൻ കിടന്നു, 1 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയ ചെറ്റക്കൂര, ഒന്നുമില്ല, നീ ഒന്നും ചോദിക്കാൻ ഒന്നുമില്ല, കൃത്യമായി ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ശരി വെക്കോ, കഴിഞ്ഞു. അപ്പോഴാണ് കോടീശ്വരം വരുന്നു. അള്ളാഹു എന്ത് ചെയ്യുന്നു? മന്നൂക്കിഷ യുഹ്ലഖു. അള്ളാഹു അവിടെ നിർത്തിയിട്ട് ചോദിക്കുന്നു, എന്തൊക്കെയുണ്ട്? പടച്ചോനെ, ബേക്കൽ ഒരു 10 ഏക്കറുണ്ട്, കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു 20 ഏക്കറുണ്ട്, കാസർഗോഡ് ടൗണിൽ ഒരു 30 സെന്റ് ഉണ്ട്. അപ്പൊ അള്ളാഹു ചോദിക്കും, ബേക്കൽ നീ വാങ്ങിക്കൂട്ടിയ സ്വത്ത് എങ്ങനെ ഉണ്ടാക്കി? അതിങ്ങനെ ഉണ്ടാക്കി. കാസർഗോഡ് ടൗണിലോ അതിങ്ങനെ ഉണ്ടാക്കി. അതിന്റെ സക്കാത്ത് കൊടുത്തിരുന്നോ? കൊടുത്തു. ഇതിന്റെ സക്കാത്ത് കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. മുതലാളിത്വ ബാധ്യതകൾ നിറവേറ്റിയിരുന്നോ? ഉണ്ടായിരുന്നു. നിന്റെ മുമ്പിൽ പാവങ്ങൾ വന്നപ്പോ നീ കൊടുത്തിരുന്നോ? കൊടുത്തിരുന്നു. ഇന്ന കച്ചവടം നടത്തിയപ്പോ നീ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഒന്നുമില്ല. ഇങ്ങനെ ഓരോന്നിന്റെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 40 കൊല്ലം ആകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് തന്നെ തിരിയുന്ന കാര്യമല്ലേ? നമുക്ക് തന്നെ തിരിയുന്ന കാര്യമല്ലേ? അതുകൊണ്ട് ഒന്നും ഇല്ലാത്തവൻ രക്ഷപ്പെട്ടു. അള്ളാഹു സത്യം, ഒന്നും ഇല്ലാത്തവൻ രക്ഷപ്പെട്ടു. ഈ ഒന്നും ഇല്ലാത്തവൻ 3 നേരം കഴിക്കുന്നില്ലേ നമ്മുടെ നാട്ടില്? ഇപ്പൊ ഏറ്റവും വലിയ പണക്കാരൻ, അനുഗ്രഹീതമായ നമ്മുടെ പള്ളികൾക്ക് ധാരാളം സമ്പത്ത് കൊടുക്കുന്ന വലിയ വലിയ പണക്കാരുണ്ട്, പേര് കേട്ട രാജ്യത്തിന്റെ വലിയ കോടീശ്വരന്മാരുണ്ട്. അവര് 3 നേരമല്ലേ കഴിക്കൂ? ഈ ബേക്കലുള്ള ഏറ്റവും സാധു ചുമട്ടു തൊഴിലാളി, അയാള് 3 നേരമല്ലേ കഴിക്കൂ? 5 നേരം ഏതെങ്കിലും പണക്കാരനെ കഴിക്കാൻ പറ്റുമോ? പണക്കാരന്റെ തൊണ്ടയ്ക്ക് താഴെ പോകുമ്പോഴുള്ള മട്ടന്റെ രുചി തന്നെയല്ലേ പാവപ്പെട്ടവന്റെ തൊണ്ടയ്ക്ക് താഴെ പോയാലും? നമ്മുടെ കാര്യങ്ങൾ മുടങ്ങുന്നില്ലല്ലോ. പിന്നെന്താ ഒരു പ്രശ്നമുള്ളത്? പണക്കാരന് ബാങ്ക് ബാലൻസ് ഉണ്ട്, നമുക്കതില്ല. എടാ, നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം വെറും പേപ്പർ തന്നെ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. വെറും പേപ്പർ, വെറും പേപ്പർ. അള്ളാഹു പോലും നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങൾ കൊണ്ടാ പരിഗണന എടുക്കുന്ന ഓരോ വിഷയങ്ങൾ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷം നവംബർ 8-ാം തീയതി, ഇപ്രാവശ്യം അതിന് മുമ്പത്തെ നവംബർ 8-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി നോട്ട് പിൻവലിച്ചു. ഇപ്പൊ ജനുവരി 1-നടുത്ത പണി വരുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അള്ളാഹു ആലം, പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രാജ്യം മധ്യകാലത്തിലേക്ക് പോയി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഏതോ ആയിക്കോട്ടെ, എന്തായിരുന്നാലും നമുക്ക് അത് അവരുടെ വഴിക്ക് വിടാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നവംബർ 8-ാം തീയതി നോട്ട് നിരോധിച്ചപ്പോൾ, അന്ന് നവംബർ 8-ാം തീയതി 12 മണിക്കാണ് നോട്ട് നിരോധിച്ചത് അല്ലേ? ആ സമയത്താണ് അന്ന് ഇശാക്ക്, നവംബർ 8-ാം തീയതി 2016 നവംബർ മാസം 8-ാം തീയതി ഇശാക്ക് ഈ പള്ളിയിൽ വന്ന ഒരാള് അന്നത്തെ 1000-ന്റെ നോട്ട്, ഒരു അടുക്ക് നോട്ട് 100 എണ്ണമുണ്ട്, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ പള്ളിക്ക് കൊടുത്താൽ അതുകൊണ്ട് സ്വർഗം കിട്ടോ ഇല്ലേ? നിങ്ങൾ പറയും. നിങ്ങളൊന്ന് തല കുലുക്കി, സ്വർഗം കിട്ടോ ഇല്ലേ? കിട്ടുമല്ലോ, ഇല്ലേ? കിട്ടൂലേ? പ്രതിഫലം കിട്ടോ? സ്വർഗം അവിടെ നിൽക്കട്ടെ, പ്രതിഫലം കിട്ടോ? നോട്ട് നിരോധിച്ചിട്ടില്ല. പള്ളിക്ക് കൊണ്ടുവന്ന 100,000-ന്റെ നോട്ട് നവംബർ 8-ാം തീയതി രാത്രി കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് പള്ളിയിൽ വന്നു. ഇതിനിടയിൽ വേറെ ഒരു വഖത്തും വന്നിട്ടില്ല. സുബഹിക്ക് പള്ളിയിൽ വന്നു. ഇന്നമായി യഅ്മുറു മസാജിദ് അല്ലാഹ് എന്നാ പറഞ്ഞത്, പള്ളി പരിപാലനം എന്നാ പറഞ്ഞത്. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല, ഞാൻ നോക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. പള്ളി ഭരണസമിതി, എന്ത് ഭരണം? ആരാ പള്ളിയെ ഭരിക്കേണ്ടത്? പള്ളി പരിപാലനം, അതാണ് ഇന്നമായി യഅ്മുറു മസാജിദ് അല്ലാഹ്. ഈ പള്ളി പരിപാലനമൊക്കെ ആരാ വെച്ചത്? നമ്മളാണ് വെച്ചത്. അപ്പോ ഒരു നാട്ടിലെ ആളുകൾ, മഹല്ല് ഭാരവാഹികൾ പറഞ്ഞാൽ കേൾക്കണോ? കേൾക്കണം, കേട്ടേ പറ്റൂ. സഹോദരങ്ങൾ, നമ്മൾ വെച്ചത് ഇമാമിന് നമ്മളാണ്. ആ ഇമാമിന് നമ്മൾ അദ്ദേഹം പറഞ്ഞ നമ്മൾ അനുസരിക്കണം. എന്തുകൊണ്ട്? നമ്മൾ ഒരു ഇമാമായ ഒരാളെ വെച്ചതാണ്. അത് അള്ളാഹ് വെച്ചില്ലല്ലോ, നബി വെച്ചില്ലല്ലോ, അബൂബക്കർ സിദ്ദീഖ് വെച്ചില്ലല്ലോ, അതൊന്നും വിഷയമല്ല. നമ്മുടെ ഇടയിൽ ഒരു കാര്യം പുണ്യമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എല്ലാവരും കൂടിയിട്ട് പുണ്യമാണ് എന്ന് ഒരാള് സമ്മതിച്ചോ എങ്കിൽ അത് പുണ്യം തന്നെയാണ്. ഏതാ തിന്മ ഏതാ നന്മയെന്ന് ചോദിച്ചവൻ പറഞ്ഞു, നിന്റെ മനസാക്ഷി നല്ലതാണെന്ന് പറയുന്നതൊക്കെ നന്മയാണ്, അതിൽ ടെൻഷൻ ഉണ്ടാവുകയില്ല. ഇവിടെ ഇപ്പൊ ഒരാൾ വാഴ കേൾക്കാൻ വേണ്ടിയിരുന്നു, ഏതെങ്കിലും മക്കൾക്ക് ടെൻഷൻ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇനി വാപ്പ വന്ന് കണ്ടാലും കുഴപ്പമില്ല, ഞാൻ ഇരിക്കുന്ന ഇൽമിന്റെ മജ്‌ലിസിലല്ലേ, അത് നന്മ. ഇനി ഇവിടെ ഒരു ഗാനമേളയായിരുന്നു, ഇവിടെ അല്ല, വേറെ എവിടെ ഒരു ഗാനമേള. ഒരു കുട്ടി കണ്ടോണ്ടിരിക്കുകയാണ്, നോക്കുമ്പോൾ അവന്റെ വാപ്പ നിൽക്കുന്നു, അവൻ പതുക്കെ ഇങ്ങനെ കുനിഞ്ഞങ്ങിരുന്നു. കാരണം അവന്റെ മനസ്സിനകത്ത് ടെൻഷനായി. അത് തിന്മ, അത് തിന്മ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിസാബ് യസീർ എന്ന് പറഞ്ഞാൽ, ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ, ഇന്നമാ ദാലികൽ ഗറലു, വെറുതെ ഒരു ഇന്നമാ ദാലികൽ അറലു, വെറുതെ ഒരു ചോദ്യം ചോദിക്കും, അത്രേ ഉള്ളൂ.
ഇനി അള്ളാഹു ചൂഴ്ന്നു നോക്കാൻ നിന്നാ നശിച്ചത് തന്നെ. അതുകൊണ്ട് നാളെ പരലോകത്ത് ചെറിയ ഒരു വിചാരണ അള്ളാഹു നടത്തിയിട്ട് ഈ പറഞ്ഞ മുഖത്തസദീങ്ങളെ അങ്ങ് സ്വർഗത്തിലേക്ക് വിടും. അതിലെങ്കിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പോരാ, നമുക്ക് ഈ മൂന്നാമത് പറയുന്നതിൽ ഉൾപ്പെടണം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ മൂന്നാമത്തെ വിഭാഗമേതാ? അള്ളാഹു പറഞ്ഞു ഖുർആനിന്റെ അവകാശികളാ. അള്ളാഹു മൂന്നാമത്തെ വിഭാഗം അവകാശികളെ പറയുന്നത് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അള്ളാന്റെ അനുവാദത്തോടെ, അള്ളാന്റെ അനുമതിയോടെ നന്മയിൽ മുന്നേറിയവരാ, നന്മയിൽ മുന്നേറിയവരാ. സഹോദരങ്ങളെ, നന്മയിൽ മുന്നേറുന്നവരാ മുന്നോറുകള്. നന്മയിൽ മുന്നേറിയവരാണ് മുന്നോറുകൾ. പൂർവസൂരികളല്ലോ, നന്മയിൽ അവര് മുന്നോട്ട് ഗമിച്ചവരായിരുന്നല്ലോ. ഏത് അവര് മുൻപന്തിയില്ല. അതുകൊണ്ടാണല്ലോ ഇന്നാരാണ് ഈ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത്? ചാടി എഴുന്നേക്കും, നബിയെ ഞാൻ കൊടുത്തോളാ. 100 കൈയാണ് പൊങ്ങുന്നത്. ഇന്ന് പള്ളിക്കാരാണോ ഒരു ഫാൻ വാങ്ങി കൊടുക്കുന്നത്? തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൈയും പെട്ടെന്ന് കാലിനിടയിലേക്ക് വെക്കുകയാ, കൈ പൊങ്ങൂല. കൊടുക്കേണ്ടത് 750 രൂപയാണ്, എന്നാലും കൊടുക്കൂല. നമ്മളെ നന്മയിൽ പിന്നിലാണ്. അപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ രാജസ്ഥാനിൽ പാവപ്പെട്ട ഫിറോസ് എന്ന് പറയുന്ന പാവപ്പെട്ട 45 വയസ്സുകാരനെ, ആ 45 വയസ്സുകാരനെ മൺവട്ടി കൊണ്ട്, പിക്കാസ് കൊണ്ട് വെട്ടി കൊന്നു. എന്നിട്ടും അവന്റെ കലിയടങ്ങുന്നില്ല. അവന് പെട്ടെന്ന് പെട്രോൾ കൊണ്ടുവന്ന് ശരീരത്തിലൊഴിച്ച് തീപ്പട്ടി കൊള്ളി ഉരച്ചിടുകയാ. ആ പച്ച ശരീരം ഇങ്ങനെ കപ്പിയമരുമ്പോ അത് നോക്കി നിൽക്കുന്ന 14 വയസ്സുകാരന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാ, ഇന്ത്യയിലെ മുഴുവൻ ജിഹാദികൾക്കുമുള്ള മുന്നറിയിപ്പാ, അവരിവിടന്ന് പോകട്ടെ, ഇല്ലെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ചുട്ടരിക്കുമെന്ന് പറഞ്ഞു. അവനെ അരമണിക്കൂറൊന്ന് കയ്യാമം വയ്ക്കാൻ രാജ്യത്തെ നിയമപാലകരെ തയ്യാറാകാതെ വന്നപ്പോ അവന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപയാണ് സംഭാവന ഇട്ട് കൊടുത്തത് ആളുകള്. പോലീസ് ആ അക്കൗണ്ട് മരവിപ്പിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നിപ്പോ സത്യത്തിനോടൊപ്പം നിൽക്കുന്നവർക്ക് ഒരു നയാ പൈസ ഇല്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മുടെ പള്ളികൾക്കുള്ള പ്രശ്നവും അത് തന്നെയാണ്. നമ്മുടെ പള്ളികൾ, സുന്നി പള്ളികൾ, നമ്മുടെ മഹത്തായ പള്ളികൾ, ആ പള്ളികളിലേക്ക് നമ്മളൊന്ന് ചെന്ന് നോക്കുമ്പോൾ റമളാനിൽ അവിടെ വലിയ ബോർഡ് വെച്ചിരിക്കും. നമുക്കാകെ തിന്നാൻ തരുന്നത് ഒരു ഈത്തപ്പഴം. ആ ഈത്തപ്പഴം നമുക്ക് തരും. പക്ഷെ ഒരു വലിയ ബോർഡ് വെച്ചിരിക്കും, നോമ്പ് തുറയ്ക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം. നോമ്പ് തുറയ്ക്ക് വേണ്ടി കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. കൊടുക്കുന്നതോ ഒരു ചെറിയ ഈത്തപ്പഴം. എന്നാൽ ചില പള്ളികളിലേക്ക് പോയി നോക്കിയാൽ, ചില പള്ളികൾ, ഞാൻ പള്ളിയൊന്നും പറയൂല, ആ പള്ളികളിൽ എഴുതി നോമ്പ് തുറന്നിങ്ങോട്ട് ഇറങ്ങുമ്പോ ഇഷ്ടംപോലെ ഭക്ഷണം, പത്തിരി, എന്തൊക്കെയാ ഇവിടുത്തെ ഭക്ഷണങ്ങൾ, പത്തിരി, ബിരിയാണി, അത് ഇത് എല്ലാം കൊടുക്കും. മട്ടനും ചിക്കനും ഒക്കെ കൊടുക്കും. ഒരു വലിയ ബോർഡ് വെച്ചിരിക്കും, ആരും ഇവിടെ 5 പൈസയും കൊടുക്കരുത്. അപ്പൊ ആളുകൾ ആ പള്ളി പോവോ, ഈ പള്ളി വരും. നിങ്ങളൊന്ന് ആലോചിച്ചു. എന്നിട്ട് ദൂരെ നിൽക്കുന്നവൻ പറയും, ഷെടാ ഇപ്പൊ എല്ലാരും ഓമരായ. അങ്ങനെയല്ല സഹോദരങ്ങളെ, അവരവരുടെ കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പോകുന്നു എന്നതിനപ്പുറം വേറൊന്നുമില്ല. നമ്മുടെ പള്ളികളിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, പള്ളിക്കകത്ത് കയറി കഴിഞ്ഞാൽ നമസ്കാരം അവല് ജമാഅത്ത് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ഫാനിന്റെ റെഗുലേറ്ററൊക്കെ ഊരിട്ടിട്ട് പോകും. പിന്നെ വരുന്നവന് ഫാൻ ഇടാൻ പറ്റൂല, ട്യൂബ് ഇടാൻ പറ്റൂല, ബാത്റൂമൊക്കെ എല്ലാം താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ നമ്മളെ ബാങ്ക് ലോക്കറിൽ പൂട്ടിവിടൂലേ, അതുപോലെയാണ് ബാത്റൂമൊക്കെ പൂട്ടിക്കുന്നത്. ഏവനെങ്കിലും വയറിന് അസ്വസ്ഥതയായിട്ട് വന്നാൽ അവന് അവസാനം മൂത്രപ്പുരയിൽ കാര്യം സാധിച്ചിട്ട് പോകും. പിന്നെ ജോലി എത്രയും അവിടെ പള്ളിക്കാർക്ക് തന്നെയാണ്, അല്ലേ? എന്നിട്ട് അവിടെ വലിയൊരു ബോർഡ് വെച്ചിരിക്കും, പള്ളിയുടെ പണി നടക്കാൻ ഉദാരമായി സംഭാവന ചെയ്യുക. ആരെങ്കിലും കൊടുക്കുവോ? അവന് കേവലം ബാത്റൂമിൽ പോകാൻ അവസരം കൊടുക്കാത്തവർക്ക് ആരെങ്കിലും പൈസ കൊടുക്കുവോ? ഇല്ല. എന്നാൽ ഇനി നേരത്തെ പറഞ്ഞ പള്ളികളുണ്ടല്ലോ, ആ പള്ളിയിൽ ആകെ 3 വാതിലേ കാണൂ, ബാത്റൂമിൽ 75 വാതിലും കാണും. ഇഷ്ടമുള്ളതിൽ കയറിക്കോ, കുഴപ്പമില്ല. അവിടെ ആരും സംഭാവനയും വാങ്ങൂല. മനുഷ്യൻ അങ്ങനെയാ നോക്കുന്നത്. മനുഷ്യന് ഇഷ്ടമുള്ളത് ഏതാണ്, അവന് ഏതാ തൃപ്തിയുള്ളത്, അതിലേക്ക് അങ്ങ് പോകും. അതിന്റെ പ്രത്യേകതയാണ്, മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വാഴലിന് ഇപ്പൊ നിങ്ങൾ ഇത്രയും ആള് കൂടി, ഗാനമേളയാണെങ്കിലോ
എത്ര ആളുകളാ വരിക? അതാണ് മനുഷ്യന് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ? ഗാനമേളയ്ക്ക് പോയാൽ പൈസ പിരിവില്ല, ഇവിടെ വന്ന പൈസ പിരിവുണ്ട്. കാരണം സത്യം നടക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്, അസത്യമാണെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് സംഭവം. എന്റെ സഹോദരങ്ങളെ, ഏതോ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, മൂന്നാമത്തെ വിഭാഗം സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്നവനാണ്. നന്മയിൽ മുന്നേറുന്നവരാ. പൂർവ്വസൂരികളൊക്കെ അങ്ങനെയായിരുന്നു, അവരൊക്കെ നന്മയിൽ മുന്നേറിയവരായിരുന്നു. അതുകൊണ്ടല്ലേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുമ്പോ അലി റളിയല്ലാഹു അൻഹു ഓടി വന്ന് സലാം പറയുമായിരുന്നു. ഇത് നിസാരമായ തള്ളിക്കളയല്ല ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സലാം പറയുന്നതിന്റെ മഹത്വം റസൂലുള്ള പഠിപ്പിച്ചപ്പോ, സലാം ചൊല്ലുന്നതിന്റെ മഹത്വം റസൂലുള്ള പഠിപ്പിച്ചപ്പോ അവര് പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, കാണുമ്പോഴാ സലാം പറയേണ്ടത്, കാണുമ്പോഴാണ് സലാം പറയേണ്ടത്. ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാ, നിങ്ങളൊന്ന് ഉണർന്നിരുന്നൊന്ന് കേട്ടോളണേ. ഇന്നത്തെ അവസ്ഥ അന്നത്തെ അവസ്ഥയും കാണുമ്പോ നിങ്ങൾ സലാം പറയണമെന്ന് റസൂല് പഠിപ്പിച്ചു. അപ്പൊ ഞാനിപ്പോ ഒരാളെ, ഞാൻ സഹാബിയാണെന്നിരിക്കട്ടെ, ഞാനിപ്പോ വേറൊരു സഹാബിയാണ്, ബഹുമാനനായ നമ്മുടെ ഉസ്താദ് ഒരു സഹാബിയാണ്, ഉദാഹരണം പറയാൻ. അപ്പൊ നമ്മളെങ്ങനെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ ഒറ്റ സലാമേ ഉള്ളൂ. നേരെ മറിച്ച് റസൂല് പറഞ്ഞ് കാണുമ്പോഴൊക്കെ സലാം ചൊല്ലണേ. അങ്ങനെ വന്നപ്പോ സഹാബത്ത് ഒളിച്ച് കളിക്കാൻ തുടങ്ങി. അവര് ഈട്ടപ്പനയുടെ ചുവട്ടിൽ, ഈട്ടപ്പന മരത്തിന്റെ ബേക്കിൽ ചെന്ന് ഒളിച്ചിരിക്കും. എന്നിട്ട് പുറത്തോട്ട് വന്ന അസ്സലാമു അലൈക്കും മതിലിന്റെ പുറത്തോട്ട് ഒളിച്ചിരുന്നിട്ട് പെട്ടെന്ന് വന്ന് സലാം ചൊല്ലും, പെട്ടെന്ന് വന്ന് സലാം പറയും. എന്തുകൊണ്ടാണ്? കാണുമ്പോ നീ സലാം പറയണമെന്നാ പഠിപ്പിച്ചത്. അതുകൊണ്ട് മതിലിന്റെയും മരത്തിന്റെയും ചുവട്ടിലും പുറകിലും ഒളിച്ചിരുന്നിട്ട് വീണ്ടും മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് സലാം പറയും. എന്തുകൊണ്ടാ? എനിക്ക് നന്മ വാരിക്കൂട്ടണം. ഇന്നോ ഒരാള് വരുമ്പോ മരത്തിന്റെ മൂട്ടി കയറി ഒളിച്ചിരിക്കും, സലാം പറയാതിരിക്കാൻ. മതിലിന്റെ ഇടയിൽ കയറി ഒളിച്ചിരിക്കും, അവനോട് സലാം പറയാൻ പാടില്ല. ശരിയല്ലേ? അപ്പൊ നമ്മളെവിടെ സഹാബത്തെവിടാ? ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. എന്ന് സിദ്ദീഖിനെ കണ്ടാലും അലി ഓടി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. സിദ്ദീഖിനെ പറയാൻ സമ്മതിക്കൂല, ഓടി വന്നിട്ട് പറയും അസ്സലാമു അലൈക്കും. സിദ്ദീഖ് തങ്ങൾ സലാം അടക്കും. അതൊരു ലഹരിയായി, അതവിടെ ജീവിതത്തിന്റെ ഒരു യാദൃച്ഛികതയായി മാറുകയാ. ഒരു ദിവസം നോക്കുമ്പോ അലിയും മിണ്ടുന്നില്ല. അല്ലാ, സിദ്ദീഖ് തങ്ങളുടെ മനസ്സിനകത്ത് വല്ലാത്ത വേദന വരികയാണ്. അള്ളാന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി സിദ്ദീഖ് തങ്ങൾ അലിയാർ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. അങ്ങോട്ട് സലാം പറഞ്ഞു. എന്നിട്ട് നബിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു സങ്കടം പറയാനുണ്ട്, ഒരു വിഷമം പറയാനുണ്ട്. എന്താ സിദ്ദീഖേ? എന്നും എന്നെ അലിയെ കാണുമ്പോ സലാം പറയുമായിരുന്നു നബിയേ. ഇന്ന് എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നബിയേ, എന്റെ മനസ്സിനകത്ത് വല്ലാത്ത വേദനയാണ്, നീറ്റല. എന്താ അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഉടൻ റസൂലുള്ള വിളിച്ചിട്ട് ചോദിച്ചു, അലിയേ, എന്താ പറ്റിയത്? നീ എന്നും സിദ്ദീഖിനോട് സലാം ചൊല്ലൂലേ, ഇന്ന് എന്തേ സിദ്ദീഖ് നിന്നോട് സലാം ചൊല്ലാ? നീ എന്തുകൊണ്ടാ അനുവാദം കൊടുത്തതും മടിച്ചതെന്തിനാ? ആ സമയത്ത് അലിയാർ തങ്ങൾ പറഞ്ഞു, റസൂലേ, ഇന്നലെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു നബിയേ. നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒറ്റമുട്ടിനാലുള്ള ഒരു വെള്ളക്കൊട്ടാരം, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒറ്റമുട്ടിനാലുള്ള വെള്ളക്കൊട്ടാരം കണ്ടു. ഞാൻ ചോദിച്ചു, ഇതാർക്കാ? അവിടെ നിന്ന് ശരീരം മുഴങ്ങി, നിങ്ങളിൽ ആദ്യം സലാം ചൊല്ലുന്നവർക്കാ. നബിയേ, ഈ പുണ്യമായ വെള്ളമുട്ടിനാലുള്ള ഒറ്റമുട്ടിനാലുള്ള വെള്ളക്കൊട്ടാരം എനിക്ക് എത്രയോ തവണ കിട്ടി. എന്റെ സിദ്ദീഖിനത് വേണ്ടേ? എന്റെ സിദ്ദീഖിനത് കിട്ടണ്ടേ? എന്റെ കൂട്ടുകാരനത് കിട്ടണ്ടേ? അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും അത് സിദ്ദീഖും ആദ്യം പറയട്ടെ എന്ന് ഞാൻ കരുതി പോയതാ. സഹോദരങ്ങളെ, സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്നു. ആ സമയത്ത് പള്ളിയുടെ മൂലയ്ക്ക് ഒരാളെ കിടന്നുറങ്ങുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ അലി
അലീനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, അയാളോട് ചെന്ന് എഴുന്നേക്കാൻ പറ, കാരണം അയാള് സുബഹി നിസ്കരിക്കണ്ടേ. ആ സമയത്ത് അലി തങ്ങളെ ചെന്നിട്ട് അയാളെ വിളിച്ചുണർത്തി. അയാളെ എഴുന്നേറ്റ് വന്ന് നിസ്കാരം തുടങ്ങി. നമസ്കാരം കഴിഞ്ഞപ്പോൾ അലി ചെന്ന് റസൂലുള്ളാന്റെ മുമ്പിൽ പതുക്കെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, എന്റെ വാപ്പായും ഉമ്മായും ഒക്കെ അങ്ങക്ക് ഞാൻ തന്നിരിക്കുകയാ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സംശയമാണ്. എന്താ അലിയെ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിച്ചോ. നബിയെ, നിങ്ങൾ സാബിഖുൽ ഖൈറാത്ത് അല്ലേ? ഏത് നന്മ കണ്ടാലും നിങ്ങൾ ആദ്യം ചെയ്യുന്നയാളല്ലേ? ഏത് നന്മ കണ്ടാലും നിങ്ങൾ ചാടി വീണ് ആദ്യം ചെയ്യുന്നയാളല്ലേ? നബിയെ, എന്തുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിന് ഒരാളെ വിളിക്കുന്നത്? പുണ്യമുള്ള കാര്യമല്ലേ? അത് നിങ്ങൾ ചെന്ന് വിളിക്കാതെ എന്നെ നിങ്ങളെ പറഞ്ഞു വിട്ടതെന്താ? റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? അലിയേ, ഞാനും നന്മയിൽ മുന്നേറുന്നവനാണ്. പക്ഷേ ഞാൻ അവനെ ചെന്ന് വിളിച്ചവന് എഴുന്നേറ്റില്ലെങ്കിൽ, എന്റെ വിളിക്കവൻ ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ റസൂലാണ്. എന്റെ വാക്ക് കേൾക്കാത്ത അവൻ അല്ലാഹ് നരകം കൊടുക്കും, അതിലൊരു സംശയം വേണ്ട. ഉറക്കത്തിൽ അവന് എന്റെ വിളിക്കുത്തരം തന്നില്ലെങ്കിൽ അവന് നാശം വരുമല്ലോ. നീയാകുമ്പോൾ പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, നമുക്ക് നന്മയിൽ മുന്നേറണമെന്ന് പറയുമ്പോ സിദ്ദീഖും അലിയിന്റെയും സലാം പറയുന്ന വിഷയത്തിലും ഈ അലിയിന്റെയും റസൂലുള്ളാന്റെയും നിസ്കാരത്തിനാൾ വിളിച്ച വിഷയത്തിലും രണ്ട് സ്ഥലത്തും മറ്റൊരാളെ തെരഞ്ഞെടുത്തു നന്മയിൽ. സാധാരണ അവരൊക്കെ മുമ്പേ നടക്കുന്നവരാണ്, മറ്റൊരാളെ തെരഞ്ഞെടുക്കൂല. ഇവിടെ രണ്ടുപേർ സ്ഥലത്തും ഒരാളെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? അതിന് കാരണമുണ്ട്. അത് മറ്റൊരാൾക്ക് നന്മ കിട്ടട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ്. നമ്മൾ അങ്ങനാണോ? നമ്മൾ അങ്ങനെ അല്ല എന്നുള്ളതിന് ഞാനൊരു തെളിവ് പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിക്കണേ, ചായയിൽ മാത്രമായി പോകരുത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളി. റളിയല്ലാഹു സലാം പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അലി തങ്ങൾ സലാം പറയാത്തത് എന്തുകൊണ്ടാണ്? ഒറ്റ മുത്തിനാലുള്ള വെള്ളക്കൊട്ടാര സിദ്ദീഖിന് കിട്ടട്ടെ, ഇത്രയും നാൾ എനിക്ക് കിട്ടിയല്ലോ എന്നാണ്. നബി ചെന്ന് വിളിക്കാത്ത എന്താ? നന്മയാണ് ഇതൊക്കെ. അത് ഞാൻ വിളിച്ചാൽ ഞാൻ പ്രവാചകനാണ്, എന്റെ വിളിക്ക് ഉത്തരം നിന്നില്ലെങ്കിൽ അവന് നരകത്തിൽ പോകും. നീ ആവുമ്പോ കുഴപ്പമില്ല, പ്രവാചകനല്ലല്ലോ. അപ്പൊ കാരണമുണ്ട്. നമ്മൾ ഇന്ന് കാരണത്തോട് കൂടിയിട്ടാണോ മറ്റൊരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? അല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോളി. നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി, രണ്ടാമത്തെ സഫിലാണ് സ്ഥലം കിട്ടിയത്. മുന്നിലെ സഫിൽ ഒരു സ്ഥലം ഒഴിവ് വന്നു. അപ്പൊ മുന്നിലെ സഫിൽ കയറി നിൽക്കൽ പ്രതിഫലം കൂടുതലാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ സഫിൽ നിന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത് നിൽക്കുന്നവനെ മുന്നോട്ട് കയറ്റി നിർത്തും. എന്തിനാണ്? അവന് നന്മ കൂടുതൽ കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ടല്ല, അവൻ കയറി ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ടാണ്. അതേസമയം സിനിമയ്ക്ക് പോയി, ഫ്രണ്ടിലൊരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ പുറകിരിക്കുന്ന ആരെങ്കിലും പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തോ? ഇല്ല, നമ്മൾ കയറി ഇരിക്കും. കാരണം എന്താ? ആദ്യം ഞാൻ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ നന്മയിലൊന്നും ഒരിക്കലും മുന്നേറുന്നില്ല. അതുകൊണ്ട് ഈ മൂന്നാമത്തെ വിഭാഗത്തിന്റെ 4 അടയാളം ഞാൻ പറഞ്ഞു തരാം. അത് പ്രവർത്തിച്ച് നന്മയിൽ മുന്നേറി വിശുദ്ധ ഖുർആനിന്റെ അവകാശികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഭാഗത്തിൽ ഉൾപ്പെടണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന് വേറെ ചെലവ്, വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. പെണ്ണിനെ കെട്ടിക്കുകയോ പള്ളി പെയിന്റടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നല്ല ഭീമമായ തുക ഇതിന് ചെലവ് വരും. മൈക്ക് സെറ്റിന് ഇച്ചിരി കുറച്ചു കൊടുത്താൽ മതിയല്ലേ? മൂപ്പരല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല ഭീമമായ ഒരു തുക ഇതിന് ചെലവ് വരും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഒരു സംഭാവന, അള്ളാഹ്ക്കറിയാം, നിങ്ങൾക്ക് അറിയാലോ, വേറെ ആർക്കും അറിഞ്ഞുണ്ടെങ്കിലും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കണ്ട് നിങ്ങളത് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഈ അനുഗ്രഹീതമായ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ ബക്കറ്റിലിടുക. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് ഒരാളും ഒഴിയരുത്. നല്ല ഒരു സംഭാവന എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിൽ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പടച്ചവനെ, ഇടുന്ന ഓരോ ഹദിയയ്ക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ഒരു ബുദ്ധിമുട്ടും വിഷമവും നീ അവർക്ക് കൊടുക്കല്ല റഹ്മാനെ. ഇടുന്നതിന്റെ മൂല്യവും കണക്കും വലിപ്പവും അനുസരിച്ച് അവരുടെ ജീവിതത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരെ പരലോകത്തുന്നതമായ വിജയം കരഗതമാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എല്ലാ ഒരു സഹോദരിമാരുടെ ഭാഗത്തും ഒരു ബക്കറ്റ് കൊണ്ട് ചെല്ലുക. കഴിവുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് കഴിയുന്ന രീതിയിൽ നിങ്ങളൊരു സഹായം അതിനകത്ത് നിക്ഷേപിക്കുക. അള്ളാഹു ജാരിയായ സ്വതഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ചായ കൊടുത്തല്ലോ, ചായയും കൊടുത്ത് ബക്കറ്റും പോയ പെട്ടെന്ന് ശ്രദ്ധിച്ചോളി. നിർത്താം, സമയമായി വരുന്നു. മൂന്നാമത്തെ വിഭാഗം അല്ലാഹ് പറയുന്ന സാബിഖും ബിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറിയവരാണെന്ന് അള്ളാഹു പറഞ്ഞ വിഭാഗത്തിന്റെ അടയാളം അറിയോ സഹോദരങ്ങളെ? ശ്രദ്ധയോടെ കേൾക്കണേ. ഈ വിഭാഗത്തിൽ പെടാനാ ഞാനും നിങ്ങളും കട്ടപ്പെടേണ്ടത്. ഈ വിഭാഗത്തിൽ പെടാനാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു പറയുകയാണ്, ഒന്നാമത്തെ അടയാളം ഏതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച മഹാരഥന്മാരായ മുഫസ്സിരീങ്ങളെ പഠിപ്പിക്കുകയാ. അൽ ഫായിലുൽ മുജിബാതി വൽ മുസ്തഹബ്ബാ, നന്മയിലെ മുന്നേറവരെന്ന് പറഞ്ഞ ഒരു ഫർളും അവര് വിടൂല, ഒരു സുന്നത്തും അവര് ഉപേക്ഷിക്കൂല. ഫർളുകളെ മുഴുവനും അവർ അനുഷ്ഠിക്കുന്നവരാ, എല്ലാ സുന്നത്തുകളും അവര് മുറുകെ പിടിക്കുന്നവരാ. സഹോദരങ്ങളെ, രണ്ടാമത്തെ അടയാളം അത്താരിഖുലിൽ മുഹറമാതി വൽ മക്റൂഹാതി വബഅദിൽ മുബാഹാത്ത്. സഹോദരങ്ങളെ ചിന്തിക്കണേ, അവരൊരൊറ്റ ഹറാമ് ചെയ്യൂല, എന്നാ കറാഹത്തോ അതും ചെയ്യൂല. ഇതിനപ്പുറത്തവർക്ക് അനുവദനീയമാണ് എന്ന് അല്ലാഹ് പറഞ്ഞ പലതും അവര് വേണ്ടെന്ന് വെക്കുന്നവരാണ്. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാണ് സഹോദരങ്ങള്. നല്ല മനോഹരമായ വീട് വെക്കുന്നതിന് അല്ലാഹ് എതിരല്ല, റസൂൽ എതിരല്ല, മഹാന്മാരായ സഹാബത്തെതിരല്ല. ഒരു നല്ല വീട് വെക്കുന്നത്, നല്ല വീട് മനുഷ്യന്റെ മോഹമാണ്, മസ്കനെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമാധാനം തരുന്നതെന്നാണ്. നീറുന്ന നൂറ് പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിഞ്ഞ അവസാനം വൈകുന്നേരം വീട്ടിലെത്തുമ്പോ തന്റെ വീട്ടിലൊന്നും മലർന്നങ്ങ് കിടക്കുമ്പോ അവന്റെ മനസ്സിന്റെ ദുഃഖം മുഴുവനും മാറിപ്പോകുന്ന ഒരു ഭവനം നല്ലതാണ്. സഹോദരങ്ങളെ, ഭാര്യയും അതുപോലെയാണ്. ലിതസ്കുനു ഇലൈഹാ, എവിടത്തെ സങ്കടത്തോടെ, എവിടത്തെ ദുഃഖമാണെങ്കിലും, എങ്ങനത്തെ ദുഃഖമാണെങ്കിലും അതെല്ലാം സഹിച്ചും പുറത്തും വിഷമിച്ചും സങ്കടപ്പെട്ടും വീട്ടിലേക്ക് വരുമ്പോ നിന്റെ ഭാര്യയും നിനക്ക് സമാധാനം തരേണ്ടവളാണ്. അവളെ ഉമ്മറത്ത് കാണുമ്പോൾ നിന്റെ ദുഃഖം മുഴുവനും മാറേണ്ടതാ. സഹോദരങ്ങളെ, ഇന്ന് ഇസ്ലാമിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് മാറിപ്പോയപ്പോ ഇത് രണ്ടും അസ്ഥാനത്തായി. വീട്ടിൽ നാട്ടിലൊക്കെ നിൽക്കുമ്പോ അടിപൊളിയാണ്, കൂട്ടുകാരോടൊപ്പം കളിച്ച് രസിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോഴേക്ക് ടെൻഷനായി. കാരണം എന്താ? വീട്ടിൽ ഇനിയും ഇത് പലിശയ്ക്ക് പണമെടുത്തിട്ട് പണയം അല്ലെ, പലിശയ്ക്ക് പണമെടുത്തിട്ട് ഇനിയും ലോൺ അടയ്ക്കാനുണ്ട്. ആ വീട്ടിൽ കയറുമ്പോഴേ സങ്കടം തോന്നും. പടച്ചോൻ ഇനി എന്നാ തീരുക, ഇപ്പോൾ ഇത് അടച്ചു തീരുക, വെപ്രാളമാണ്. അതേപോലെ വെളിയിലൊക്കെ നിൽക്കുമ്പോൾ വലിയ സന്തോഷമാണ്. വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുഖം കാണുമ്പോൾ അപ്പോഴേ എല്ലാം പോയി. ഇതൊക്കെ നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. അല്ലാഹ് തന്നത് മതി. അള്ളാഹു മാന്യമായി ചെയ്യാൻ പറഞ്ഞ ചെയ്താൽ വീട്ടിന് ടെൻഷൻ വരൂലല്ലോ. അതുപോലെ തന്നെ ഭാര്യ ആ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയ ഒരു പ്രശ്നം ഉണ്ടാവൂല അല്ലേ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അനുവദിച്ച ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കും, കറാഹത്തും ചെയ്യൂല, ഹറാമും ചെയ്യൂല. മൂന്നാമത്തെ അവരുടെ അടയാളം, നന്മ തിന്മകൾ അവര് അളന്നു നോക്കുമ്പോൾ അവരുടെ തിന്മകളൊന്നും കാണില്ല, നന്മ അധികമാ. നന്മയാണ് ഭാരം തൂങ്ങുന്നത്, നന്മ മാത്രമേ ഉള്ളൂ. തിന്മയെ പറ്റി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കണം, ഇന്നെന്തെങ്കിലും തിന്മ ചെയ്തു പോയോ?